ആദ്യത്തെ 2 ആയത്തുകൾ അതിന്റെ വിശദീകരണം വളരെ ചുരുക്കി എന്ന് നമുക്ക് വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ഈ ഓതി വച്ച സുപ്രധാനമായ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കൽപ്പന, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ ബന്ധുക്കളെയും നരകാഗ്നിയെ തൊട്ട് കാക്കണേ. ഏതാണ് ഈ നരകം? മനുഷ്യരും കല്ലും അതിൽ കത്തിക്കപ്പെടും. മലക്കുകൾ അതിന്റെ മേലിൽ കാവലുണ്ട്. എങ്ങനെയുള്ള മലക്കുകൾ? പരുഷ സ്വഭാവക്കാരും ഗൗരവത്തിന്റെ ഉടമകളുമായ മലക്കുകൾ അതിന് കാവലുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പനക്ക് ആ മലക്കുകൾ ഒരിക്കലും വിരുദ്ധ നിലപാട് സ്വീകരിക്കില്ല, എതിര് പ്രവർത്തിക്കില്ല. ആ മലക്കുകളോട് കൽപ്പിക്കപ്പെട്ടത് അവർ പ്രവർത്തിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്, സത്യവിശ്വാസികളോട് പറയുന്നത്, നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ ബന്ധുക്കളെയും നരകാഗ്നിയെ തൊട്ട് കാക്കണേ. അപ്പോൾ ഒരാളുടെ കടമ അവന്റെ തടി മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ പോരാ, സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ. എന്റെ കുടിയിലേക്ക് ഞാന്, അവന്റെ കുടിയിലേക്ക് അവന് എന്നൊക്കെ ചിലർ പറയും. അങ്ങനല്ല. ഒരാളുടെ കടമയാണ് അവന്റെ ബന്ധുക്കൾ, അവന്റെ അഹില് എന്ന് പറയുമ്പോൾ ഭാര്യ, അവന്റെ സന്താനങ്ങൾ, അവന്റെ കുടുംബത്തിലെ മറ്റു അംഗങ്ങൾ, അവർക്ക് നേരിന്റെ വഴി കാണിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത. ആ ബാധ്യത നിർവഹിച്ചാൽ മതി. ഹിദായത്ത് കൊടുക്കുന്നത് അല്ലാഹു. അതുകൊണ്ടാണ് മഹാനായ പുണ്യനബിക്ക് പോലും തന്റെ പിതൃവിനെ നന്നാക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ തിരുദൂതരുടെ നേരെ പിതാവിന്റെ സഹോദരനായ അബൂ ലഹബ് അവൻ നരകത്തിന്റെ ആളാണെന്ന് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പറയും. അവിടെ അള്ളാഹുവിന്റെ തിരുദൂതരുടെ ദൗത്യം തിരുദൂതർ നിർവഹിച്ചു. സഫാ പർവ്വതത്തിന്റെ മുകളിൽ കയറി യാ സലാഹ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് സാധാരണഗതിയിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വിളിച്ചു പറയുന്നതാണ്, വലിയ വിപത്ത് മുന്നിൽ കണ്ട് വിളിച്ചു പറയുന്നതാണ്. അതുകൊണ്ട് സഫാ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അള്ളാന്റെ തിരുദൂതർ യാ സലാഹ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ എല്ലാവരും കൂട്ടത്തിൽ അബൂ ലഹബ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവരൊക്കെ പ്രതീക്ഷിച്ചത് ഏതോ ഒരു അക്രമി സംഘം ഇവരെ ആക്രമിക്കാൻ വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനാണ് യാ സബാഹ എന്ന് തിരുദൂതർ വിളിച്ചു പറഞ്ഞതെന്നാണ് അവർ കരുതിയത്. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞു നരകത്തിന്റെ കാര്യമാണ്. എല്ലാവരും വന്നു, അബൂ ലഹബ് അടക്കം വന്നു. തന്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും എത്തേണ്ടവരൊക്കെ എത്തി എന്ന് കണ്ടപ്പോൾ റസൂൽ അവരോട് ചോദിച്ചു. ഒരുപാട് പർവ്വതങ്ങൾ ആ ഭാഗത്തുള്ളതാണ്. ആ കാണുന്ന മലയുടെ അപ്പുറത്തുകൂടി ഒരു കുതിരസംഘം നിങ്ങളെ ദ്രോഹിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു വിശ്വസിക്കും. താങ്കളെ അതിനെപ്പറ്റി തെറ്റുകാരനല്ല, താങ്കൾ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. ആ സമയത്ത് റസൂൽ പറഞ്ഞു, എന്നാൽ അതിനേക്കാൾ വലിയ ദുരന്തം വരാൻ.
അവരെ നാവ് കൊണ്ട് പറയിപ്പിച്ചു, നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നിട്ട് നിബിതങ്ങൾ പറഞ്ഞു, എന്നാൽ മരണത്തിന്റെ ശേഷം ഒരു ജീവിതം വരാനുണ്ട്, പരലോകം വരാനുണ്ട്. അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മഹാശിക്ഷ വരുമെന്നുള്ള കാര്യം അള്ളാന്റെ തിരുദൂതർ അവരെ താക്കീത് ചെയ്തു. അപ്പൊ ഇവരൊക്കെ ചൂടായി, അബൂലഹബ് വല്ലാതെ ചൂടായി. അവസാനം ആ ഒറ്റ കാരണത്താൽ തബ്ബല്ലക്കയാ മുഹമ്മദ്, മുഹമ്മദ് നീ നശിക്കട്ടടാ എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ അബൂലഹബ് നരകത്തിലാണെന്ന് അള്ളാഹു പ്രഖ്യാപിച്ചു. നോക്കൂ, അപ്പൊ ഹിദായത്ത് കൊടുക്കുന്നത് അള്ളാഹു. നമ്മൾ അങ്ങോട്ട് വഴി കാണിക്കുക, റൂട്ട് കാണിച്ചു കൊടുക്കുക. ഇതിലൂടെ പോയ അടച്ചുണ്ട്, ഇതിലൂടെ സഞ്ചരിച്ചാൽ പരാജയമാണ്, ആ റൂട്ട് കാണിക്കുക. അതിന് ചില പ്രമാണങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ അള്ളാഹുവിന്റെ തിരുദൂതർ തന്റെ ദൗത്യം നിർവഹിച്ചു. അതിന് തന്റെ പിതൃവരിൽ നിന്ന് ഒരുപാട് എതിർപ്പുകൾ നേരിട്ടു. പക്ഷെ അതെന്തേതില്ല, മുഖവിലക്കെടുത്തി. ആള് ശരിയായില്ല. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനെ നന്നാക്കാൻ നോക്കി, ശരിയായില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഖലീൽ, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനമാണ്. ഉലുൽ അസ്മി ഒരാൾ, 1.25 ലക്ഷം പ്രവാചകന്മാരിൽ ഏറ്റവും സ്ഥാനമുള്ള 5 പേരിൽ ഒരാളാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ മില്ലത്ത് സ്വീകരിക്കാൻ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകൾ മുഴുവനും സ്വീകരിച്ച പ്രവാചകനാണ്, എല്ലാം നടപ്പിലാക്കി. എല്ലാ പ്രവാചകന്മാരും അങ്ങനെയാണ്. പക്ഷെ കടുത്ത പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് നൽകിയിട്ടും അതിലൊക്കെ അദ്ദേഹം വിജയിച്ചു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അതിനെ സാക്ഷ്യപ്പെടുത്തുന്നത് സൂറത്തുൽ ബഖറയിൽ ഒട്ടേറെ കൽപ്പനകളെ കൊണ്ട് ഇബ്രാഹിം നബിയെ റബ്ബ് പരീക്ഷിച്ചു. അതിൽ എല്ലാത്തിലും അദ്ദേഹം വിജയിച്ചു. അങ്ങനെയുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് ആസർ സത്യത്തിലേക്ക് വന്നില്ല. പക്ഷേ വാക്കല്ല എന്ന് കരുതിയിട്ട് പറയാതിരുന്നില്ല. സ്വന്തം പിതാവിന്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞു. ചരിത്രത്തിൽ തന്റെ ബന്ധുക്കളെ നരകാഗ്നിയെ തൊട്ട് കനക്കണമെന്നുള്ളത് നമ്മുടെ നബിയോടും നമ്മോടും മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരും. മഹാനായ സയ്യിദുനാ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനോട് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ മകനാ വായിച്ചത്, ഇവിടെ വാപ്പയെ വായിച്ചത്. നമ്മുടെ നബിയുടെ ചരിത്രത്തിൽ പിതൃവ്യനാണ് വായിച്ചത്. എന്നാൽ നോക്കൂ, മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനാണ് വായിച്ചത്. ചരിത്രത്തിൽ ആ മഹാവെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഒരുപാട് പറഞ്ഞു നോക്കി, ഇല്ല, അവൻ ശരിയായില്ല. മോനയുടെ കപ്പലിൽ കയറിക്കോ, സത്യവിശ്വാസം സ്വീകരിച്ചോ, ഇല്ലെങ്കിൽ ആകെ വെള്ളത്തിലാകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മലയുടെ മുകളിൽ, ഞാൻ മരത്തിന്റെ മുകളിൽ കയറി രക്ഷപ്പെടുമെന്ന് പറഞ്ഞു, വീടിന്റെ മുകളിൽ കയറുമെന്ന് പറഞ്ഞു, മലയുടെ മുകളിൽ കയറുമെന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിൽ സകല മലകളും വെള്ളത്തിലാണ്. അവിടെ മകൻ നന്നായിരുന്നു. സഹോദരായ റാഹിലോ എന്ന് പറയുമ്പോൾ പ്രധാനമായും ഭാര്യ ഉദ്ദേശിക്കുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ പഴച്ചുപോയി. എന്ത് ചെയ്യും? ചരിത്രത്തിൽ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ പഴച്ചുപോയിട്ടുണ്ട്. പഴച്ചുപോകാന്ന് പറഞ്ഞാൽ ഭർത്താവിനെ വഞ്ചിച്ച് മറ്റു പുരുഷന്മാരുടെ പോയി എന്നല്ല, ആശ്രയത്തിൽ പഴച്ചുപോയി. ഇൻഷാ അല്ലാഹ് തഹ്രീം സൂറത്തിൽ തന്നെ വരാൻ പോകുന്നത് നമുക്ക് പറയാം. ഇസ്ലാമിന്റെ കൊടിയ ശത്രു, വലീദ് ഇസ്ലാമിന്റെ കൊടിയ ശത്രു. പക്ഷേ അദ്ദേഹത്തിനായ അള്ളാഹുകളിൽ ഒരു വാള് എന്ന് പറയപ്പെട്ട അങ്ങനെയുള്ള ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു തന്റെ 7 സഹോദരങ്ങളെ, ജ്യേഷ്ഠ സഹോദരങ്ങളെ സത്യത്തിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു. സ്വന്തം പിതാവിനെയും ക്ഷണിച്ചു. ശരി, നന്നായി. അദ്ദേഹത്തിന്റെ ദൗത്യം അദ്ദേഹം നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ ദൗത്യം കൃത്യമായിട്ട് അദ്ദേഹം നിർവഹിച്ചു. ബദറിൽ അദ്ദേഹം നമ്മുടെ ശത്രുവായിരുന്നു. പക്ഷെ മൂത്തത്തിൽ അദ്ദേഹം നമ്മുടെ മിത്രമായി എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾക്കെതിരെ അദ്ദേഹം പോരാടി. അദ്ദേഹം കാരണം വിജയം കിട്ടി. അള്ളാന്റെ തിരുദൂതരുടെ കൂടെയും അല്ലാതെയും 100-ലധികം യുദ്ധങ്ങളിൽ പങ്കെടുത്ത ആളാണ് ഖാലിദ് ഇബ്നു വലീദ്. വലീദിന്റെ മകൻ ഖാലിദ്. അദ്ദേഹത്തിന്റെ 7 സഹോദരങ്ങൾ സത്യനിഷേധികളായിരുന്നു, നമ്മുടെ ശത്രുക്കളായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് അള്ളാഹുവിന്റെ തിരുദൂതരെയും വിശുദ്ധത്തിലെ ഇസ്ലാമിനെയും ഒരുപാട് ദ്രോഹിച്ച ആളാണ്. അള്ളാഹ് ഹിദായത്ത് കൊടുത്താത്തിനുള്ള. പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കടമശക്തി നിർവഹിച്ചു. ബദറിന്റെ പടക്കളത്തിൽ റസൂലുള്ളാഹിന്റെ പ്രത്യക്ഷനെ ഏറ്റെടുത്ത സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ റസൂലുള്ളാഹിന്റെ സംരക്ഷണം ആരാണ് ഏറ്റെടുക്കുക എന്ന് ചോദിച്ചു. പലരും ഉദ്ദേശിച്ചത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പക്ഷേ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു അബൂബക്കർ ആകട്ടെ. റസൂലുള്ളാഹിന്റെ വലം കൈയാണ്. അങ്ങനെ റസൂലിന്റെ ടെന്റിന്റെ തിരുദൂതരുടെ ടെന്റിന്റെ തൊട്ടടുത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ജാഗരൂകനായിട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മകൻ പരിശുദ്ധ ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നത്. റസൂലിനോട് പറഞ്ഞു, അള്ളാന്റെ തിരുദൂതരെ, എന്റെ മകന്റെ കഴുത്ത് ഞാൻ വെട്ടും. നോക്കണം, ദീനിന് വേണ്ടി ഒന്നും അവർക്ക് തടസ്സമില്ല. എന്റെ മകന്റെ കഴുത്ത് ഞാൻ വെട്ടും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സമാധാനിപ്പിച്ചു. അതൊരു ദീർഘവീക്ഷണമായിരുന്നു. കാരണം ആ മകൻ പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു. ചരിത്രത്തിലുടനീളം ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെയൊക്കെ കടമയാണ് നമ്മുടെ സന്താനങ്ങളെ, അതുപോലെ നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരെ, അവർക്കൊക്കെ നേരിന്റെ വഴി കാണിച്ചു കൊടുക്കും. പിന്നെ ചിലരോട് ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങളുണ്ട്. മക്കളുടെ കാര്യത്തിൽ അതീവ ജാഗ്രത നമ്മൾ പാലിക്കണം. അതാണ് ഇവിടെ അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളെ നരകാഗ്നിയെ തൊട്ട് കാക്കലാണ്. അവിടെ ബന്ധുക്കൾ അഹ്ലി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഔലാദാണ്. അവരുടെ ശരീരം ഒരിക്കലും നരകത്തിൽ കിടക്കരുത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അതിന്റെ ഉദാഹരണമാണ് സക്കാത്തിന്റെ മദല പൂട്ടിയിട്ട മദലിൽ നിന്നൊരു ഈത്തപ്പഴം എടുത്തു തിന്നു റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ ഹസൻ. റസൂലുള്ളാഹിന്റെ ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിലേ പോയി. ഏറെ സ്നേഹിച്ചു നബി തങ്ങൾ തന്റെ ഫാത്തിമ ബീവിയെ. ആ ഫാത്തിമ ബീവിയെ അല്ലാഹു നിലനിർത്തുകയാണ്. അതിൽ 2 പേരക്കുട്ടികളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. ആ 2 കുട്ടികളെ അല്ലാഹുവിന്റെ തിരുദൂതർ അതിയായി സ്നേഹിച്ചു. കാലിന്റെ തുടയിലെത്തിയിട്ട് കളിപ്പിക്കുമായിരുന്നു. ഒരു ദിവസം അല്ലാഹുവിന്റെ തിരുദൂതർ കാണുന്നതെന്താ, ഹസൻ എന്ന് പറയുന്ന ചെറിയ കുട്ടി, വിവേകമെത്താത്ത കുട്ടി, സക്കാത്തിന്റെ മദല് കൂട്ടിയിട്ടതിൽ നിന്ന് അത് പ്രവാചക കുടുംബത്തിന് അത് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ കുട്ടി അതിൽ നിന്ന് ഒരു കാരക്കെടുത്ത് തിന്നാണ്. അത് ഹറാമാണ്. പക്ഷെ കുട്ടിക്കറിയില്ല. മുഖ്യ ആഹാരമാണ് ഈത്തപ്പഴം. കുട്ടിക്കറിയില്ല. കുട്ടി അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് കഴിക്കാം. അത് വായയിലേക്ക് ഇട്ടപ്പോഴേക്ക് അള്ളാന്റെ തിരുദൂതർ കണ്ടു. റസൂൽ ഉടനെ വന്നിട്ട് പറഞ്ഞു, മോനെ തുപ്പ്, സദഖക്ക് നമുക്ക് പറ്റില്ല എന്ന് നിനക്കറിയില്ലേ, അത് തുപ്പിക്കളയണമെന്ന് പറഞ്ഞു. ഇതിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ അള്ളാന്റെ തിരുദൂതന ജാഗ്രത നോക്കി. തന്റെ മക്കളും തന്റെ പേരക്കുട്ടികളും അവർ ഒരിക്കലും നരകത്തിന്റെ തീയെ സ്പർശിക്കരുത്. വാപ്പാക്കും കിട്ടാൻ പാടില്ല, വല്ലിപ്പാക്കും പാടില്ല. കാരണം നമ്മൾ കുട്ടികൾ വിവേകമില്ലാത്തവരാണ്. അതുകൊണ്ട് നമ്മൾ ആ കാര്യം വളരെ ശ്രദ്ധിക്കണം. അത്തരം കാര്യങ്ങൾ ചെറുപ്പത്തിലെ ശീലിച്ചാൽ പിന്നെ ആ കുട്ടികൾ അവർ വലുപ്പത്തിലും അത് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അതുകൊണ്ട് അല്ലാഹുവിന്റെ തിരുദൂതരുടെ ജാഗ്രത അൻഫുസകും വഅഹ്ലീകും നാറാ എന്നതിന്റെ ഒരു വലിയ ഉദാഹരണമാണ്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരം കഴിഞ്ഞ വേഗത്തിൽ പോകുമായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് വേഗത്തിൽ പോവുക എന്നുള്ളത് ഒരു പ്രശ്നമാണ്. നമുക്ക് തിരക്കില്ലെങ്കിൽ വേഗത്തിൽ പോകരുത്. നിഫാഖിന്റെ അടയാളമാണ്. കാരണം നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആക്ക് വേഗം ഉത്തരം കിട്ടും. വേഗം എഴുന്നേറ്റ് പോകുക എന്നുള്ളത് ശരിയല്ല. അബൂ ദുജാന റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ തിരുദൂതർ ഒരിക്കൽ പിടിച്ചിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ സുബഹിന്റെ ശേഷം പെട്ടെന്ന് പോകുന്നത്, ധൃതി പിടിച്ചു പോകുന്നത്? ദുആ ചെയ്യാനും കാര്യങ്ങളൊന്നുമില്ല, നല്ല ടൈമാണോ? അദ്ദേഹം പറഞ്ഞ, എന്താ നബിയെ, വീട്ടിൽ കടുത്ത പട്ടിണിയാണ്, ചെറിയ കുട്ടികളുണ്ട്, കടുത്ത പട്ടിണിയാണ്. എന്റെ വീട്ടിന്റെ അടുത്തൊരു ജൂതനാണ് പാർക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലുള്ളൊരു ഈന്തപ്പന എന്റെ വീട്ടുമുറ്റത്തേക്ക് ചാഞ്ഞു കിടക്കുന്നത്. രാത്രി കിടക്കുമ്പോൾ എന്റെ കുട്ടികൾക്ക് ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതും ഇതും പറഞ്ഞ് ഒഴിയഴിവുകൾ പറഞ്ഞ് അവരെങ്ങനെയെങ്കിലും ഉറക്കലാണ്. കടുത്ത പട്ടിണി കാരണം എന്റെ കുട്ടികൾ ഉറങ്ങിയാലും കിടക്കുണരും. വിശപ്പിന്റെ കാഠിന്യം കാരണം അവർ കാലത്ത് നേരത്തെ ഉണരും. ചെറിയ അപ്പൊ ഈ രാത്രി കാറ്റടിച്ചിട്ട് ജൂതന്റെ ഈന്തപ്പനയിലെ ഈത്തപ്പഴങ്ങൾ എന്റെ മുറ്റത്തേക്കാണ് വീഴുക. എന്റെ കുട്ടികൾ നേരത്തെ എഴുന്നേൽക്കും. അപ്പൊ ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉടനെ പോകുന്നത് എന്റെ മുറ്റത്തുള്ള ആ ഈത്തപ്പഴങ്ങൾ പെറുക്കിയെടുത്തിട്ട് ജൂതന്റെ വളപ്പിലേക്ക് എറിഞ്ഞു കൊടുക്കണം. ഞാനെങ്ങാനും അഥവാ വൈകിയാൽ എന്റെ കുട്ടികൾ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്റെ കുട്ടികൾ ആ ഈത്തപ്പഴത്ത് തിന്നും. അത് ഹറാമാണെന്ന് എന്റെ കുട്ടികൾക്കറിയില്ല. അപ്പൊ ഞാൻ നേരത്തെ പോകുന്നതിനാണ്. റസൂലെ ഒരിക്കൽ ഞാൻ റസൂലെ നിസ്കാരത്തിന്റെ ശേഷം പ്രാർത്ഥനക്കും മറ്റും ഇരുന്നൽപ്പം വൈകി. ഞാൻ എന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ എന്റെ വീട്ടുമുറ്റത്ത് എന്റെ ചെറിയ കുട്ടി ഇറങ്ങിയിട്ടുണ്ട്, പുറത്തിറങ്ങിയിട്ടുണ്ട്.
ജൂതന്റെ ഈത്തപ്പനയിൽ നിന്ന് പൊഴിഞ്ഞു വീണ ഈത്തപ്പഴം വന്നെടുത്ത് എന്റെ കുട്ടി വായിലേക്ക് ഇട്ടു. ഞാൻ ഉടനെ ഓടിച്ചെന്ന് നബിയെ, കാരണം അത് ഹറാമാണ്, എന്റെ കുട്ടിക്ക് അതറിയില്ല. ഞാൻ എന്റെ കുട്ടിയോട് അത് തെറ്റാൻ പറഞ്ഞു. പക്ഷെ എന്റെ കുട്ടി സമ്മതിച്ചില്ല. കഠിനമായ വസ്തുത. എന്റെ കുട്ടി വായിലിട്ട് ചവക്കാൻ തുടങ്ങി. ഞാൻ അവനോട് പറഞ്ഞത് ഹറാമാണ്, നമുക്ക് പറ്റില്ല, തുപ്പണം. എന്റെ കുട്ടി സമ്മതിച്ചില്ല. ഞാൻ എന്റെ ഒരു വിരൽ എന്റെ കുട്ടിയുടെ വായിലേക്കിട്ട് ബലമായിട്ടത് വലിച്ചെടുത്തു. എന്റെ കുട്ടി കരഞ്ഞു. അങ്ങനെ ഒരു രംഗം ഇനി ഇല്ലാതിരിക്കാനാണ് ഞാൻ വേഗത്തിൽ പോകുന്നത്. അപ്പൊ അത്ര കടുത്ത പട്ടിണിയായിട്ട് പോലും ഒരൽപ്പം ഹറാമ് വയറ്റിക്ക് ചെന്നിട്ട് താനോ തന്റെ മക്കളോ നാളെ പരലോകത്ത് നരകത്തിന്റെ അഗ്നി വാങ്ങുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്ന ഒരു ദൃഢനിശ്ചയം. നോക്കൂ അവരൊക്കെ എത്രമാത്രം ശ്രദ്ധിച്ചു. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും നമ്മൾ ഈ നരകാഗ്നിയെത്തിട്ട് മറക്കുന്നത് മക്കളുടെ കാര്യത്തിലും സമ്പത്തിന്റെ കാര്യത്തിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സുപ്രധാനമായ ഒരു സംഭവം നമ്മൾ ശ്രദ്ധിച്ചോളൂ. ബനൂ ഖുറൈള എന്ന് പറയുന്ന ഒരു യഹൂദി ഗോത്രമുണ്ടായിരുന്നു. അവർ ഇസ്ലാമിനെതിരെ വല്ലാതെ ശല്യം ചെയ്യാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കോട്ട ഉപരോധിക്കാൻ തീരുമാനിച്ചു. മദീനയിലെ അവരുടെ കോട്ട നബി തങ്ങൾ ഉപരോധിക്കണം. അപ്പൊ ഇവരോട് അടുത്ത ബന്ധം പുലർത്തുന്ന നമ്മുടെ കൂട്ടത്തിൽ ഒരു സ്വഹാബിയാണ്, അബൂ ലുബാബ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നമ്മുടെ കൂട്ടത്തിലെ ഒരു പ്രമുഖ സ്വഹാബിയാണ്. അവരോട് നല്ല ബന്ധം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബനൂ ഖുറൈളക്കാരോട് സംസാരിക്കാൻ ഏറ്റവും നല്ലത് നിങ്ങളാണ്. കാരണം നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരോട് പോയിട്ട് അള്ളാന്റെ തിരുദൂതർ നിങ്ങളുടെ പേരിൽ ഒരു തീരുമാനമെടുക്കാൻ പോകുന്നു, അത് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിക്കാനോ. യഹൂദ ഗോത്രമായ ബനൂ ഖുറൈളക്കാരുടെ അരികെ ചെന്നിട്ട് അവരോട് വ്യക്തിപരമായി ബന്ധം പുലർത്തുന്ന അബൂ ലുബാബ റളിയല്ലാഹു അൻഹു നബി പറഞ്ഞതുപോലെ പറഞ്ഞു. ചതി സംഭവിച്ചു. ഇവരോട് ചോദിച്ചു, മുഹമ്മദ് നബി നിങ്ങളുടെ പേരിൽ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്, നിങ്ങളത് അംഗീകരിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഇവർ പറഞ്ഞു, ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു തന്റെ ഒരു വിരലിൽ കൊണ്ട് ഇങ്ങനെ കാണിച്ചു, കഴുത്തിങ്ങനെ മുറിക്കുന്നത് പോലെ ആംഗ്യം കാണിച്ചു. ഒരു ചതിയായി. അതായത് മുഹമ്മദ് നബിയുടെ തീരുമാനം ചിലപ്പോൾ നിങ്ങളുടെ കഴുത്ത് വെട്ടലായിരിക്കുന്നതാണ് ആ സൂചന. അതൊരു ചതിയായി. ആകെ വിഷയമായി. അല്ലാഹു തആല ഉടനെ രണ്ടായത്തിൽ സൂറത്തുൽ അൻഫാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വർ റസൂൽ വതഖൂനൂ അമാനാതികും വഅൻതും തഅലമൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ വർ റസൂൽ, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഞ്ചിക്കരുത്. വതഖൂനൂ അമാനാതികും, നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചതിലും നിങ്ങൾ ഒരിക്കലും വഞ്ചന കാണിക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. കാര്യങ്ങൾ അറിയുന്ന രൂപത്തിൽ നിങ്ങൾ അറിവുള്ളവനായ നിലക്ക് നിങ്ങൾ ഒരിക്കലും വിശ്വസിച്ചേൽപ്പിച്ചതിൽ വഞ്ചന കാണിക്കുകയോ അല്ലാഹുവിനോടും അവന്റെ തിരുദൂതരോടും വഞ്ചന കാണിക്കുകയോ ചെയ്യരുത്. വീണ്ടും അല്ലാഹു പറയും, അഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. എത്ര പ്രധാനപ്പെട്ട വചനമാണത്. അറിയണേ, നിങ്ങളുടെ സമ്പത്തും അതുപോലെ നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം, തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ അരികിലുള്ളതാണ് ഏറ്റവും മികച്ചത്. ഇവിടെ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു സൂചന കൊടുക്കാൻ കാരണം എന്താ അറിയോ? അദ്ദേഹത്തിന് ചിന്ത വന്നു, തന്റെ മക്കൾക്കോ തന്റെ സന്താനത്തിനോ കോട്ടം പറ്റുമോ? ബനൂ ഖുറൈള ഗോത്രക്കാരായ യഹൂദികളുടെ സംരക്ഷണം ഇദ്ദേഹത്തിന്റെ സഹായങ്ങളുണ്ട്. അവർ ലഭിച്ചു പോരുന്ന നേരത്തെ കിട്ടിപ്പോരുന്ന ആ സംരക്ഷണം അബൂ ലുബാബ റളിയല്ലാഹു അൻഹു നഷ്ടപ്പെടുമോ എന്ന് അദ്ദേഹത്തിന് ചെറിയ പേടി. വരുമാനത്തിന് കമ്മി വരുമോ, മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്ന് പേടിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തത്. അതൊരു ചതിയായി, ചെയ്യാൻ പാടില്ലായിരുന്നു.
സുബ്ഹാനല്ലാഹ്, ഈ രണ്ട് വചനങ്ങൾ ഇറങ്ങി, നിങ്ങൾ അല്ലാഹുവിനെ റസൂലിനെ വഞ്ചിക്കരുത്. അമാനത്തെന്ന നിലക്കാണ് അള്ളാന്റെ തിരുദൂതർ അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി വിട്ടത്. അത് കൃത്യമായി നിർവഹിച്ചു വരേണ്ടതായിരുന്നു. ആ സൂചന കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് അപകടമായി. ഈ ആയത്തിറങ്ങിയതോടുകൂടെ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ആകെ സങ്കടപ്പെട്ടു. അദ്ദേഹം ഉറപ്പുള്ള ഒരു കയറുമായി മദീന പള്ളിയിൽ വന്നു. ആ കയറുകൊണ്ട് സ്വന്തം ശരീരത്തെ മദീന പള്ളിയിൽ തൂണിൽ അദ്ദേഹം കെട്ടിയിട്ടു എന്ന് ചരിത്രം പറയും. അത് തെറ്റ് സംഭവിച്ചാൽ പിന്നെ അത് തിരുത്തണമല്ലോ. അദ്ദേഹം സ്വീകരിച്ച നിലപാടെന്താ അറിയാം? മദീന പള്ളിയിലെ ഒരു തൂണിൽ അദ്ദേഹത്തിന്റെ ശരീരത്തെ സ്വയം കെട്ടിയിട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാഗത്ത് നിന്ന് വന്നുപോയ വീഴ്ച അള്ളാഹ് പുറത്തു തന്നു എന്ന് അറിയാതെ ഞാൻ ഒരിക്കലും ഈ കെട്ടടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുകയില്ല. ഒന്നാം തരം നിരാഹാരം, ഒറിജിനൽ നിരാഹാരം. ആരും മൈൻഡ് ചെയ്തില്ല. അതാണ് സ്വഹാബത്ത്. അള്ളാഹുന്റെ വിശുദ്ധ ദീനിന് വേണ്ടി അവർ സ്നേഹിക്കുന്നു, വിശുദ്ധ ദീനിന്റെ പേരിൽ അവർ വെറുക്കുകയും ചെയ്യും. അബൂ ലുബാബ റളിയല്ലാഹു വ്യക്തിപരമായിട്ട് ആർക്കും യാതൊരു ദേഷ്യമില്ല. പക്ഷേ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ചെയ്തത് ശരിയായില്ല. മക്കളുടെ കാര്യത്തിലും അതുപോലെ മുതലിന്റെ കാര്യത്തിലും കുറഞ്ഞൊരു വിജയം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കുറവ് വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഒരു ഒറ്റ കൊടുക്കുന്ന പണിയുള്ള അടുത്തത് ഒരു സൂചന കൊടുത്തില്ലേ? റസൂൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യം ഇന്നതായിരുന്നു എന്നൊരു സൂചന. ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ആരും അത് മൈൻഡ് ചെയ്തില്ല. സഹോദരാ, ദിവസം 1, 2, 3 കഴിഞ്ഞുപോയി. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെ തൂണിൽ ആ കയറില് ആ ബോധാവസ്ഥയിൽ കടന്നുവന്ന് ചരിത്രം പറയുന്നു. ബോധമുള്ള സമയത്ത് ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യ മെല്ലെ വന്നിട്ട് കത്തയച്ചു കൊടുക്കും. അത് നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം നിസ്കരിച്ചു. ചരിത്രത്തിലെ സുപ്രധാനമായ സംഭവമാണ്. അൽ അൻഫാൽ സൂറയിലെ 2 ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം. അവസാനം 6 ദിവസമായി, ഒരു അഭിപ്രായ പ്രകാരം 9 ദിവസമായി, 7 ആയി, മിനിമം 6 കുടിച്ചാൽ ഒരാഴ്ചയായി ഏകദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ ബീവിയുടെ വീട്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റൂഹുൽ അമീൻ ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, അബൂ ലുബാബയുടെ തെറ്റ് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. സന്തോഷവാർത്ത അറിയിക്കുന്നത്. റസൂൽ സന്തോഷത്തോടുകൂടെ എഴുന്നേറ്റ് അള്ളാഹിന്റെ പുറത്തുകൂടെ പുറത്തിറങ്ങി കണ്ടവരോടൊക്കെ പറഞ്ഞു, അബൂ ലുബാബയുടെ ദോഷമുള്ള പുറത്തു കൊടുത്തിട്ടുണ്ട്. അവ കേട്ടവരൊക്കെ ഉടനെ ഈ വിവരം ഞാൻ ആദ്യം പറയും അബൂ ലുബാബയോട്. അദ്ദേഹത്തിന്റെ സന്തോഷം ഒന്ന് കാണണം. അദ്ദേഹത്തിന്റെ ശരീരം കെട്ടിയിട്ട കയറ് ഞാൻ അഴിച്ചു കൊടുക്കും. ഈ സന്തോഷം ഞാൻ അറിയിക്കും. അദ്ദേഹത്തോട് എല്ലാവർക്കും സ്നേഹമായി. ആദ്യം പുറത്ത് ദീനിന്റെ പേരില്ല, പടച്ചറബ്ബ വിഷയം വിട്ടു പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്കൊരു വിഷയമല്ല. അതുകൊണ്ട് സഹാബിമാരൊക്കെ മദീന പള്ളിയിലേക്ക് പോയി. പക്ഷേ അബൂ ലുബാബ ഒരാളെയും തന്റെ ശരീരം കെട്ടിയിട്ട കയറിൽ തൊടാൻ സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ആരും തൊടരുത്, ആരും എന്റെ കെട്ടഴിച്ച് എന്നെ രക്ഷപ്പെടുത്തണ്ട. അള്ളാഹിന്റെ കൈകൊണ്ട് തന്നെ എന്റെ കെട്ടഴിക്കണം. അദ്ദേഹത്തിന് എന്തിനാണത്? വെറുതെ വാശിയല്ല, കുട്ടികളെ പോലെ കാണിക്കല്ല. മറിച്ച് ആ തെറ്റിന്റെ പേരിൽ താൻ രക്ഷപ്പെടുമെന്ന് ഉറപ്പ് കിട്ടണം. അതാണ് കുറ്റബോധം. യാതൊരു തൗബയാണ്. സഹോദരൻ അതിനെ ഉറച്ചു നിന്നു. അള്ളാന്റെ തിരുദൂതരെ വന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആ കെട്ടഴിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുന്നു. ഇവിടെ നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽ വലിയൊരു പാഠം എന്താ? നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഒരിക്കലും ദീനിനെന്ത് ചെയ്യരുത്, ഒറ്റുകൊടുക്കാൻ പാടില്ല. സംഘപരിവാറിന് ഒറ്റുകൊടുക്കുന്നവരിലെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വരെ കാര്യലാഭത്തിന് വേണ്ടി, ദുനിയാവ് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സഹോദര ശത്രുക്കളോട് കൂട്ടുകൂടുന്നവർ, മുസ്ലിങ്ങളോട് നമുക്ക് കൂട്ടുകൂടും. നമ്മോട് ശത്രുതയില്ലാത്ത സത്യനിഷേധികളായ ആളുകളോട് നമുക്ക് പറ്റാവുന്ന രൂപത്തിലുള്ള സൗഹൃദങ്ങളൊക്കെ ആവാം. അത് മുൻഗണന സൂറത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. സ്വഭവനങ്ങളിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കാത്ത, സ്വന്തം വീടുകളിൽ നിന്ന് ആട്ടി പുറത്താക്കാത്ത, മമതയോടെ കഴിയുന്ന മുസ്ലിങ്ങളോട് അങ്ങോട്ട് നന്മ ചെയ്യുന്നത് അല്ലാഹു വിലക്കിയിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നു. അതിൽ യാതൊരു കുഴപ്പമില്ല. അതേസമയത്ത് വിശുദ്ധ ഇസ്ലാമാകുന്ന ഈ പ്രകാശത്തെ കെടുത്തിക്കളയാൻ, സത്യവിശ്വാസികളെ ക്രൂരമായി മർദ്ദിക്കാനും പീഡിപ്പിക്കാനും, രാജ്യത്തിന്റെ പല ഭാഗത്തും തന്ത്രങ്ങൾ നനയുന്നവരോട്, അവരോട് ചില ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി, ദുനിയാവ് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അവരോട് കൂട്ടുകൂടുന്ന ആളുകളുണ്ട്. വിവരമുള്ളവർ എന്ന് അവകാശപ്പെടുന്നവർ നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഇതിന്റെ വ്യാഖ്യാനത്തിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്ന് മനസ്സിലാക്കാം, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും.
ഒരു ചെറിയ സൂചന ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നൽകിയത് കാരണമാണ് സഹോദര 2 വചനങ്ങൾ ഇറങ്ങിയത്. 6 ഒരാഴ്ചയോളം തിരിഞ്ഞു നോക്കിയാലും അവസാനം പടച്ചോൻ തീരുമാനം കൊടുത്ത് തൗബ ചെയ്തുകൊണ്ട് ഏത് കാലഘട്ടത്തിലും വിഷയം ഒരുപോലെ. അപ്പൊ സഹോദര, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ മക്കളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഭാര്യമാരുടെ കാര്യത്തിൽ അത്രത്തോളൊന്നും ഇല്ലാതെ തന്നെ നമ്മളെടുത്ത് ചില തെറ്റുകൾ വരുന്നുണ്ടല്ലോ. എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ, അതുപോലെ നമ്മുടെ ഭാര്യമാരുടെ, നമ്മുടെ കുടുംബങ്ങളുടെ പ്രത്യേകിച്ച് നമ്മോട് കൽപ്പനയുള്ള നമ്മൾ പരിപാലിക്കാൻ അതീവ ജാഗ്രത കാണിക്കാൻ ആരെയൊക്കെ നമ്മൾ കൽപ്പിച്ചോ, അള്ളാഹു നമ്മളോട് കൽപ്പിച്ചോ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതാണ് ഈ ആയത്തിൽ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ സത്യവിശ്വാസികളെ, നിങ്ങൾ സ്വന്തത്തെയും നിങ്ങളുടെ ബന്ധുക്കളെയും നരകാഗ്നിയെ തൊട്ട് കാത്തോളൂ. അപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തത്തെ നമ്മൾ നരകാഗ്നിയെ തൊട്ട് കാക്കണം. ആദ്യം നമ്മുടെ സ്വന്തം കാര്യം നോക്കണം. സ്വന്തം വളരെ പ്രധാനപ്പെട്ടതല്ലേ. ദുനിയാവിലെ തീയിൽ നമുക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. ദുനിയാവിലെ തീയ സഹോദരൻ നമുക്ക് സഹിക്കാൻ കഴിയില്ല. പിന്നെ പരലോകത്തെ അഗ്നി നമ്മളെങ്ങനെ സഹിക്കും? എന്തുകൊണ്ട്? ഇവിടെ ഖുർആൻ തന്നെ പറഞ്ഞത് വഖൂദുഹൻ നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലും അതിൽ കത്തിക്കപ്പെടും. സാധാരണഗതിയിൽ ദുനിയാവിൽ തീപിടുത്തുണ്ടായാൽ കല്ല് കൊണ്ട് തീ അണച്ചു കളയാം. ഒരു സിഗരറ്റ് കുറ്റി കത്തിച്ചാരെങ്കിലും ഇട്ട് ഉണങ്ങിയ പുല്ലിന് തീ പിടിച്ചാൽ നമ്മൾ ഒരു പിടി പൂയി വാരിയായിട്ട് അണഞ്ഞുപോകും. ചെറിയ കല്ലുകളാണല്ലോ സഹോദര പൂഴി എന്ന് പറയുന്നത്. ഒരു ടിപ്പർ ലോറിയിൽ കൊണ്ടുവന്നിട്ട് ഒന്നായിട്ട് കരിങ്കല്ല് കത്തുകയാണെങ്കിൽ അങ്ങനെ അണഞ്ഞു പോകുമല്ലോ. കല്ല് എന്ന് പറഞ്ഞാൽ ഇവിടെ തീയിനെ അണക്കാൻ ഉപയോഗിക്കാം. എന്നാൽ നാളെ പരലോകത്ത് നരകത്തില് ഒറിജിനൽ കല്ല് കത്തുമെന്നാണ്. വഖൂദുഹൻ നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലും നമ്മൾ കത്തിക്കപ്പെടും. അപ്പൊ അഗ്നിയുടെ തീവ്രത എത്ര? ഇതൊക്കെ വരാൻ പോകുന്നതാണ് സഹോദരങ്ങളൊക്കെ വരാൻ പോകുന്നതാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതിന് പരലോകം വന്ന് വിചാരണ കഴിയണമെന്ന് കരുതരുത്. മരിച്ച ഖബറിൽ അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ സഹോദര വലിയ വലിയ ഇല്ലാതെ ഒരാൾ ഒറ്റവട്ടം ജീവിതത്തിൽ നിസ്കരിച്ചു പറഞ്ഞുകൊണ്ട്, അതുപോലെ ഒരു മർദ്ദിതനെ ഒരാൾ മർദ്ദിക്കപ്പെടുന്നത് കണ്ടിട്ടത് തടയാൻ കഴിഞ്ഞിട്ടും തടഞ്ഞില്ല. ഈ 2 കാര്യത്തിന്റെ പേരിൽ ഒരാൾക്ക് ഖബറിൽ ലഭിച്ച ശിക്ഷയെ അള്ളാന്റെ തിരുദൂതർക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തു. ഒരൊറ്റ അടിയാ ഖബറിൽ ആകെ തീയിൽ നിറഞ്ഞത്രേ. ഒരൊറ്റടിക്ക് എന്താണ് ചെയ്ത തെറ്ററിയങ്ങൾ? ഈമാനുണ്ട്. അള്ളാഹു അയാളുടെ 2 തെറ്റുകൾ പുറത്തു കൊടുത്തില്ല. എന്നേതാ? വളൂ ഇല്ലാതെ, ശുദ്ധിയില്ലാതെ ഒരിക്കൽ അദ്ദേഹം നിസ്കരിച്ചു. അതത്രേ പ്രശ്നം. വളൂ ഇല്ലാതെ ഒരൊറ്റ തവണ അയാൾ ജീവിതത്തിൽ നിസ്കരിച്ചിട്ടുണ്ട്. പടച്ച റബ്ബ് നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ കണക്കിന് സഹോദര ചെറുത് ജുമാക്കാരന്റെ സഹോദരങ്ങൾ നേരത്തെ വന്ന് അൽക്കവും സ്വലാത്തൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒന്ന് ചെരിഞ്ഞു കിടക്കും. ചെരിഞ്ഞു കിടന്നുറങ്ങിയ വളൂ മുറി ഇരുത്തം നല്ല ഉറപ്പിച്ച് ചന്തി ഉറപ്പിച്ചിരുന്ന് ഉറങ്ങിയാൽ ഒതു മുറിയില്ല. ഒതു മുറിയാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് സഹോദര ശ്രദ്ധിക്കണം. അങ്ങനെ ചില ആളുകൾ പള്ളിയിൽ ജുമാന്റെ മുമ്പൊന്ന് ഉറങ്ങിയിട്ട് ചെരിഞ്ഞ് കിടന്നുറങ്ങി പിന്നെന്തെയും എഴുന്നേറ്റ് പിന്നെ ഒതു ചെയ്യാതെ ജുമാസ്കാരത്തിൽ പങ്കെടുക്കും. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ എത്ര വലിയ ശിക്ഷയുടെ കാര്യമാണിത്. എന്നാ പിന്നെ ഇതൊക്കെ അറിയാതിരിക്കാൻ നല്ലത് കരുതരുത്. അറിയാനുള്ള സൗകര്യം ഉണ്ടായിട്ട് അറിയാതിരുന്ന അതും പ്രശ്നം. അല്ലെങ്കിൽ പിന്നെ ഒരു പരിപാടിക്കും വരാതിരുന്നാൽ മതി. ഒന്നും അറിയില്ലാന്ന് പറഞ്ഞ കേരളക്കാർക്ക് അതിന് കഴിയൂല, മലപ്പുറക്കാർക്ക് തീരെ കഴിയൂല. എന്തുകൊണ്ട് സഹോദരനെല്ലാം പഠിക്കാനുള്ള സൗകര്യം അറബ് ലോകത്തെ പോലും ഇല്ലാത്ത സൗകര്യം അല്ലാഹു ഇവിടെ നമുക്ക് നൽകും. അപ്പൊ ഒന്നുമില്ലാതെ ഒരൊറ്റ വട്ടം നിസ്കരിച്ചതിന്റെ പേരിലാണ് അവനിക്ക് ഖബറിൽ ഭീകരമായ ശിക്ഷ. മറ്റൊന്നേതാണ്? ഒരാള് മർദ്ദിക്കപ്പെടുന്നത് കണ്ടിട്ട് തടഞ്ഞില്ല. ഇന്ന് എത്ര ആളുകൾ കൊടുന്നു? ഒരാളെ അടിക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ ചെന്ന് തല്ലും. എന്തിനാണെന്നറിയാതെ. അതാണ് ഒരാളെ വെറുതെ ആളുകൾ എല്ലാവരും കൂടി അടിക്കുന്നുണ്ടെങ്കിലും വണ്ടി നിർത്തി ഇറങ്ങി ചെന്നതല്ലോ ഒന്ന് പൊട്ടിക്കും. ഒരു വരി പോയി ഭാര്യനോട് പറയും, ഓരോരുത്തരും 3-4 പോയി കൈ വേദന ആചാരി അടിയടിച്ചു ഞാനൊക്കെ വിടായി പറയും. ഓ വിവരറിയും അടിയടിഞ്ഞ് വേറെ വരാൻ പോവാ. ഒന്നും ചെയ്യാൻ പാടില്ല. സഹോദര, ഒരാൾ മർദ്ദിക്കപ്പെടുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മളത് തടയണം. അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം. രക്ഷപ്പെടുത്തേണ്ട കേസ് രക്ഷപ്പെടുത്തും. ചിലത് 4 അടിക്കേണ്ട കേസുണ്ടാവും. പക്ഷെ പരിധി പറയുന്നത്
ഏതായിരുന്നാലും നോക്കൂ, അപ്പൊ ശിക്ഷ എന്ന് പറയുന്ന സഹോദര ഖബറിൽ നിന്ന് തന്നെ ലഭിക്കും. അഗ്നി എന്ന് പറഞ്ഞു ഇന്ന് ലോകത്തേറിയൊരു ശിക്ഷാധിപതി, ഇന്നും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കരിഞ്ഞുപോയ ഫിറഔന്റെ ശരീരം ഇന്നും ഈജിപ്തിലും കൈറോവിലുണ്ടല്ലോ. റോയൽ മ്യൂസിയത്തിൽ കഴിയുന്നവന്റെ ആ ശരീരം എല്ലാ രാവിലെയും വൈകുന്നേരവും നരകം തീ അവന്റെ മുന്നിൽ ഹാജരാക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നുണ്ടോ ഇത്? ഇല്ല. പിന്നെങ്ങനെ ഖബറിലുള്ളത് നമ്മളറിയാം? നമ്മൾ നേരെ അവന്റെ മുന്നിൽ അവന്റെ ശരീരത്തിൽ തൊട്ടാൽ പോലും നമുക്ക് ചൂട് അനുഭവിക്കില്ല. പക്ഷെ അവൻ അനുഭവിക്കണം. ഖബറിൽ തന്നെ ഖബർ തന്നെ വേണമെന്നില്ല. ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു ഗ്ലാസിന്റെ കൂട്ടിൽ അതാ കിടക്കുന്ന പിതാവും. നരകെന്ന് പറഞ്ഞാൽ ചില്ലറ സംഗതിയല്ല. ദുനിയാവിലെ തീയെ സഹിക്കാൻ കഴിയാത്ത നമ്മളെങ്ങനെ പരലോകത്ത് തീയെ സഹിക്കും? സഹോദര, ഒരാളെ എങ്ങനെ ശിക്ഷിക്കുകയാണെങ്കിൽ തീ കൊണ്ട് ശിക്ഷിക്കാൻ പാടില്ല. മുഹമ്മദ് യാത്രയിൽ ഉറുമ്പുകൾ കരിക്കപ്പെട്ടത് കണ്ടപ്പോൾ റസൂലുള്ളാഹിയെ ചൂടായില്ലേ? നെറ്റി പൊട്ടിയിട്ട് ചോര വന്നായിട്ട് റസൂലുള്ളാഹിന്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങിയപ്പോ പൊട്ടിത്തെറിക്കാത്ത വിധങ്ങൾ. റസൂലുള്ളാഹിന്റെ കുപ്പായം വലിച്ചു കീറിയിട്ട് റസൂലുള്ളാഹിന്റെ ഭൂമേനിയിലേക്ക് തുപ്പിയപ്പോ പൊട്ടിത്തെറിക്കാത്ത വിധങ്ങൾ. സുജൂദിൽ കിടക്കുന്ന അല്ലാഹുവിന്റെ തിരുദൂതരുടെ തിരടിയിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞ കുടൽമാല കൊണ്ട് നിക്ഷേപിക്കുമ്പോൾ ആ സമയത്തും പൊട്ടിത്തെറിക്കാത്ത വിധങ്ങൾ. ശത്രുക്കളുടെ ക്രൂരമായ മർദ്ദനങ്ങൾ വ്യക്തിപരമായി വന്നപ്പോ എന്റെ ജനതയ്ക്ക് പുറത്തു കൊടുക്കണേ നാഥാ എന്ന് പ്രാർത്ഥിച്ച നിബിധങ്ങൾ. ആ നിബിധങ്ങളാണ് ഉറുമ്പിനെ കരിച്ചത് കണ്ടപ്പോ വല്ലാതെ ചൂടായി റസൂലുള്ളാഹിന്റെ കണ്ണ് ചുവന്നു, മുഖം തുടുത്തു. ഗൗരവത്തോടുകൂടെ റസൂലുള്ളാഹി പറഞ്ഞത്, തീ കൊണ്ട് ശിക്ഷിക്കാനുള്ള അവകാശം തീയിന്റെ ഉടമയായ റബ്ബായ അല്ലാഹുക്ക് മാത്രം. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ അധികാരമില്ല. തീ കൊണ്ട് ശിക്ഷിക്കാൻ ഒരാൾക്കും അധികാരമില്ല. മേലിൽ അങ്ങനെ ചെയ്യരുതെന്ന് ഉറുമ്പും കൂട്ടത്തെ കരിച്ചു കളഞ്ഞപ്പോ യാത്രയിലാണ്. സ്വഹാബിമാർ പറഞ്ഞ നിങ്ങൾ അതിന്റെ ഗൗരവം അറിയാതെ കരിച്ചു കളഞ്ഞ അന്ന് മേലിൽ ചെയ്യരുത്. എന്താ കാരണം? തീ കൊണ്ട് ശിക്ഷിക്കല്, തീ പൊള്ളലേൽക്കുക എന്നുള്ളത് സഹിക്കാൻ കഴിയാത്ത വേറുള്ളതുപോലെ. 80 ചില്ലാനും കുട്ടികൾ ബന്ധു മരിച്ചു തമിഴ്നാട്ടിൽ. ദൃശ്യമാധ്യമങ്ങൾ അത് പുറത്തുവിട്ടപ്പോ എഴുതി കാട്ടിയെന്ന് ഹൃദയാഘാതമുള്ള രോഗികൾ ഇത് കാണരുത്, കുട്ടികളും ഈ രംഗം കാണരുത്. 80 ചില്ലാനും കുട്ടികളുടെ കുരുന്നുകളുടെ കത്തിക്കരിഞ്ഞ വെന്ത് കിടക്കുന്ന ശരീരം കൂട്ടിയിട്ടത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണിക്കുമ്പോഴാണ് മുന്നറിയിപ്പ് കൊടുക്കുന്നത്, വാണിംഗ് കൊടുക്കുന്നത്. കേരളത്തിലൊരു കുട്ടി മരിച്ചു. ടിവിയിൽ ന്യൂസ് കാണിച്ചത് ഈ രംഗം കണ്ടതാണ്. നേരെ കണ്ടതില്ല, ടിവിയിൽ കണ്ടതാണ്, ടെലിവിഷനിൽ കണ്ടതാണ്. അത് താങ്ങാനും കഴിയാതെ മരിച്ചു. ആ വാണിംഗ് ലഭിച്ചതാണ്, മുന്നറിയിപ്പ് അവഗണിച്ചു. സഹോദരങ്ങളാണ് തീയിട്ട തീവ്രത. കേരളത്തിലൊരു വലിയ അപകടമാണ്. 40ലധികം ആളുകൾ മരിച്ച പൂക്കിപ്പറമ്പ് ബസ്സിലാണ്. പ്രണവം ബസ്. 44ഓളം ആളുകൾ അതിൽ വന്ന് മരിച്ചു. എത്ര ആളുകൾക്ക് സഹോദരനാണ് മനസ്സിന്റെ സമനില തെറ്റി. ഈ ബസ് മറിഞ്ഞ് അവിടെ ഓടിക്കൂടിയ ആളുകൾ പലരും അതിലേറെ തിരിച്ചു. എന്തുകൊണ്ട്? അടുക്കാൻ കഴിയുന്നില്ല തീയനോട്. പലരും നോക്കുന്നുണ്ട്, അടുക്കാൻ കഴിയുന്നില്ല. ഉള്ളിലുള്ള ആളുകൾ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പോയാണ്. ശരീരത്തിന് തീ പിടിച്ചു. എത്ര ഗൗരവമുള്ളതാണ്. എന്നിട്ട് തലയോട്ടി പൊട്ടിത്തെറിക്കുന്ന കത്തിയിട്ട് അതിന്റെ ശബ്ദം പുറത്തുള്ള ആളുകൾ കേൾക്കാണ്. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല അവിടെയുള്ള ആളുകൾ. പലരുടെയും ബുദ്ധിയുടെ സമനില തെറ്റി. കുതിരവട്ടത്ത് അഡ്മിറ്റ് ചെയ്തില്ല ചിലരെ. അത്രമാത്രം പ്രശ്നമായില്ലേ? എന്തേ കാരണം? അതാണ് തീയിന്റെ തീയോളം. നമുക്ക് തീപ്പൊള്ളലേറ്റിട്ടില്ല, പക്ഷെ നമ്മളെപ്പോലുള്ള പച്ച മനുഷ്യന്മാര് കത്തുന്ന രംഗം കണ്ടിട്ടാണ് താങ്ങാൻ കഴിയുന്നത്. അപ്പൊ ഈ അഗ്നിയുടെ 70 ഇരട്ടി ചൂടുള്ള നരകാഗ്നി ആലോചിച്ചു. കല്ല് കത്തൂല, കളറ് മാറി നിൽക്കേ ചെയ്യുള്ളൂ. ഇവിടെ കല്ല് കത്തും. മനുഷ്യരും കല്ലും അതിൽ കത്തിക്കപ്പെടുന്നതാണ്. വിദേശ രാജ്യത്ത് നമ്മൾ കണ്ടതാണ് ഒരു പൈലറ്റിന് ഇരുമ്പിന്റെ ഒരു കൂട്ടിലിട്ടിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിച്ചതിന്റെ ക്ലിപ്പിംഗ്. എത്ര ഭീകരമാണ്! ഇരുമ്പിന്റെ കൂട്ടിലിട്ടിരിക്കാം, എന്നിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് വളരെ ദൂരത്ത് നിന്നും തീ കൊടുക്കാം. നിമിഷങ്ങളെ കൊണ്ട് ഒരു അഗ്നിഗോളമായി മാറും. ആ ഇരുമ്പിന്റെ കൂട്ടിൽ ആ സഹോദരനിങ്ങനെ ശരീരത്തിന് തീ പിടിച്ചിട്ട് ഏതാനും നിമിഷങ്ങൾ പരക്കം വാങ്ങി, പിന്നീട് കത്തിയമർന്നു.
അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ സഹോദരൻ? എന്നാ ഒരു മരണം ഒറ്റ കത്തലോടുകൂടെ മരിച്ചും തീരുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് കഴിഞ്ഞും സമാധാനം. അതില്ലല്ലോ, കുറച്ച് നേരം സഹിച്ചാൽ മതി. സഹോദരാ, നമ്മൾ ചിന്തിക്കണം. നിസ്കരിക്കാത്തവർക്ക് നമ്മുടെ രാജ്യത്തൊരു നിയമം ഉണ്ടെന്ന് സങ്കല്പിച്ചു നോക്കൂ. നിസ്കരിക്കാത്ത ആളുകൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവരെ തീരിട്ട് കത്തിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടെങ്കിൽ, നിസ്കരിക്കാത്ത ഒരാൾക്ക് അത് നടപ്പിൽ വരുത്തുന്നത് ലൈവായിട്ട് കാണിച്ചാൽ എല്ലാവരും നിസ്കരിക്കൂല. എന്തുകൊണ്ട്? ആ അഗ്നിയിലിടുന്നത് നമ്മൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ്. എന്നാൽ എന്തുകൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് നാളെ പരലോകത്ത് വലിയ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്? എന്താ പേടില്ലാത്തത്? നമ്മൾ കാണാത്തത് കൊണ്ടല്ലേ? എത്രമാത്രം സഹോദരാ നമ്മൾ ജാഗ്രത കാണിക്കേണ്ട ഒരു വിഷയമാണത്. നരകം എന്ന് പറഞ്ഞു പോകാൻ എളുപ്പം. റസൂലുള്ളാഹിന്റെ ശരീരത്തിലുള്ള ചില മുടികൾ, തലയിലെ മുടി നരച്ചപ്പോ അതിനെപ്പറ്റി അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞത്, നരകത്തെ പറ്റി പരാമർശിക്കുന്ന വചനങ്ങൾ അവതരിച്ചതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിച്ച് നരച്ചു പോയതാണ്. ചിന്ത ഓവറായിട്ട് നരവെന്ന് സ്വർഗം എന്തായിരുന്നാലും ഉറപ്പായിട്ടും ലഭിക്കുമെന്നുള്ള അങ്ങനെ ഉറപ്പുള്ള മഹാനായ ഇങ്ങനെയാണ് സഹോദര സ്വർഗം. സംശയമുണ്ടോ? എന്നിട്ട് നരകത്തെ എത്രമാത്രം പേടിച്ചു. അബൂബക്കർ റളിയല്ലാഹു സ്വർഗം ഉറപ്പാണെന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞെന്താ? സ്വർഗം ലഭിക്കാൻ അർഹതയുള്ള ആളല്ല ഈ അബൂബക്കർ, എന്നാൽ ഈ നരകത്തിന് താങ്ങാനും കഴിയില്ല. ഇലാഹി ലസ്തു ലിൽഫിർദൗസി അഖ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. അദ്ദേഹം വഴിയിലെ നാദാ അദ്ദേഹം പറയുന്നു, ഇലാഹി ലസ്തു ലിൽഫിർദൗസി അഖ്ലാ, എന്റെ അല്ലാഹുവേ ആരാധനായ റബ്ബേ, അല്ലാഹുവിനെ വിളിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ അബൂബക്കർ ഒരിക്കലും ജന്നാത്തുൽ ഫിർദൗസിന് അർഹതപ്പെട്ട ആളല്ല. അദ്ദേഹത്തിന്റെ വിനയാണ്. അദ്ദേഹം സ്വർഗത്തിൽ കടക്കുന്ന പുണ്യ നബി ഉറപ്പ് കൊടുത്തത്. പക്ഷേ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, ജഹീമെന്ന നരകത്തെ താങ്ങാൻ ഈ അബൂബക്കർ ഒരിക്കലും കഴിയുകയുമില്ല. സ്വർഗം കിട്ടാൻ മാത്രം ഞാനില്ല പടച്ചോനെ, നരകം താങ്ങാനൊക്കെ എനിക്ക് കഴിയില്ല. അവരൊക്കെ അത്രമാത്രം പേടിച്ചു പോയി. നരകത്തെ പറ്റി പരാമർശിക്കുന്ന ആയത്തുകൾ കേൾക്കുമ്പോൾ അവർ വല്ലാതെ കരയുമായിരുന്നു. ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട്, എത്ര ഗൗരവമുള്ള ആയത്തുകൾ. എത്ര പേര് ഹൃദയാഘാതം സംഭവിച്ചു മരിച്ചു ഈ നരകാഗ്നി ഇത് ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട്. എത്ര പേര് ഹൃദയാഘാതം സംഭവിച്ചു, എത്ര പേരുടെ മനസ്സിന്റെ സമനില. നമ്മളും ഒരുപാട് നരകത്തെ പറ്റി കേൾക്കുന്നതാണ്. പക്ഷെ നമുക്ക് ഒരു പേടി. നമ്മുടെ മലപ്പുറത്തെ ഒരു ഓഡിറ്റോറിയത്തില് രാത്രി സമയത്ത് കാവൽ നിൽക്കുന്ന രണ്ട് സഹോദരങ്ങൾ, കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുന്ന രണ്ട് സഹോദരങ്ങൾ, ഒന്നൊരു ഹിന്ദുവും ഒന്നൊരു മുസ്ലിമുമാണ്. അതിൽ ആ മുസ്ലിമായ സഹോദരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഒരിക്കൽ ഈ ഹിന്ദുവായ ആള് പറയണത്രേ, നിങ്ങൾ നരകണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, നിങ്ങളെ പള്ളിയിൽ നിന്നൊക്കെ നരകത്തെ പറ്റി എപ്പോഴും വറളു പറയുന്നതാ, പ്രസംഗിക്കുന്നതാണ്. നരകത്തില് പൊരിക്കലും വറുക്കലുമൊക്കെ നിങ്ങൾക്കറിയുന്നതാണ്. എന്നിട്ടും നിങ്ങളെ കൂട്ടരുടെ കല്യാണം ഉണ്ടായാല് തലേ ദിവസം ആ രാത്രി മുഴുവനും ഇവിടെ കുത്തി പൊട്ടിക്കണം. ഈ ഹിന്ദു പറയണം. ഞങ്ങളുടെ ആളുകളെ കല്യാണമാണെങ്കിൽ രാത്രി തലേന്ന് ഒരു 10, 10:30, 11 മണിയാവുമ്പോഴേക്ക് എല്ലാവരും ഒഴിഞ്ഞു ഒരു ശാന്തമായ അവസ്ഥയാണ്. ഞങ്ങൾക്ക് ആ പരലോകത്തിനൊരു വിശ്വാസമില്ല. നിങ്ങൾക്കിങ്ങനെ മദ്യപിച്ചാലും മറ്റും പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ മദ്രസയിൽ നിന്നൊക്കെ നേരത്തെ പഠിക്കുന്നതാണ്. എന്നിട്ടും എന്തേ നിങ്ങൾ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോ ഈ മുസ്ലിം സഹോദരൻ എന്നോട് പറയാം, എന്റെ ജീവിതത്തിൽ ഞാൻ അത്ര വഷളായിട്ടുണ്ടായിട്ടില്ല. സഹോദര, ആ മുസ്ലിമിനോട് കണ്ണുരത്തിയിട്ട് കാര്യമുണ്ടോ? അവൻ ചോദിച്ചത് എത്ര പ്രസക്തമായ കാര്യം, അവൻ പറഞ്ഞത് എത്ര നല്ല കാര്യം. നമുക്കറിയാം സഹോദര, നരകമുണ്ട് എന്ന് ചെറുപ്പത്തിലെ നമ്മളതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വളർന്നതാണ്. പക്ഷേ യാതൊരു ബോധവുമില്ല. അതൊക്കെ വേർന്നിടത്ത് കാണാം എന്നുള്ളൊരു നിലപാടാണ്. ഒരിക്കലും പാടില്ല. നല്ല പേടി വേണം. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും ബന്ധുക്കളെയും നരകാഗ്നിയത്തൊക്കെ നിങ്ങൾ കാക്കണം. നല്ലോണം നമ്മൾ കാക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അഹ്ല് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടും. അല്ലാഹ് വരയ്ക്കൊരു കാര്യമാകരുത്.
അവരൊക്കെ നമ്മൾ സ്നേഹിക്കണം. നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെ നമ്മൾ വല്ലാതെ സ്നേഹിക്കണം. പക്ഷെ ആ സ്നേഹം ഒരിക്കലും ഓവറാകാൻ പാടില്ല. അപ്പോഴാണ് പ്രശ്നം. ആ സ്നേഹം ഓവറായി കഴിഞ്ഞാൽ നാളെ നമ്മൾ രണ്ടു കൂട്ടരും പ്രയാസപ്പെടും. മക്കൾ എന്ത് പറഞ്ഞാലും ഭാര്യമാരെന്ത് പറഞ്ഞാലും കേൾക്കുന്ന ആളുകളുണ്ട്. അത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നുള്ള നിലപാടാതെ പാടില്ല. അതൊരിക്കലും പാടില്ല. കാരണം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സംബന്ധമായിട്ട് ഒരുപാട് ആയത്തുകളിലൂടെ ആ കാര്യം പറയുന്നു. നമ്മൾ ഏത് നിലപാടാണ് ആ വിഷയത്തിൽ സ്വീകരിക്കേണ്ടതെന്ന് അല്ലാഹു പറയുന്നുണ്ട്. അതായത് നമ്മുടെ മക്കളെ നമുക്ക് സ്നേഹിക്കാം, നമ്മുടെ കുട്ടികളെ നമുക്ക് സ്നേഹിക്കാം. പക്ഷെ ഒരു കാരണവശാലും ആ സ്നേഹം ഒരിക്കലും ഓവറാകരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. മക്കളോട് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സ്നേഹമുണ്ടാകും. പക്ഷെ അത് മക്കളോടാവട്ടെ ഭാര്യമാരാകട്ടെ അത് അള്ളാഹു വിലക്കിയ ഒരു രൂപത്തിലാകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വളരെ കൃത്യമായിട്ട് പറയുന്നു. അതിൽ സൂറത്ത് തൗബയിൽ അള്ളാഹു തആല കാര്യം പറയുന്നു. ദുനിയാവിനെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാം, പക്ഷെ ആ സ്നേഹം ഒരിക്കലും കാടുകയറരുത്. ഏറ്റവും കൂടുതൽ സ്നേഹം വേണ്ടത് അള്ളാഹുവിനോടാണ് എന്നുള്ളതാണ്. ആ കാര്യം പല ആളുകളും ഇന്ന് മറന്നുപോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് ഉദാഹരണങ്ങൾ ആ വിഷയത്തിലുണ്ട്. അള്ളാഹിന്റെ തിരുതൂതരുടെ നിലപാടെടുക്കാൻ മതി. അള്ളാഹിന്റെ തിരുതൂതർ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ നബിയെ ഹൃദ്യമായി സ്വീകരിച്ചു. ജീവനുള്ള വസ്തുവിന്റെ ഒരു രൂപമുള്ള ഫോട്ടോയുള്ള ഒരു ഗിരിയായിരുന്നു തൂക്കിയിട്ടിരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ അത് പറിച്ചു ചീന്തി വലിച്ചെറിഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ വളരെ സന്തോഷത്തോടെ വെച്ചതാണ്. ഭാര്യയ്ക്കൊരു പ്രയാസം വേണ്ടാന്ന് കരുതിയില്ല. അത് കണ്ടത് അപ്പനടക്കില്ല. കാരണം അത് പ്രശ്നമാണ്, അത് താമസിപ്പിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് ആ നിലപാട് നിമിത്തങ്ങൾ സ്വീകരിച്ചത്. അത് ഭാര്യ വെറുക്കുമോ എന്ന് കരുതിയില്ല എന്ന്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളൊക്കെ വളരെയധികം കുടുങ്ങും. എന്താ കാരണം? ഇന്ന് പലരും ഭാര്യമാരെന്താ പറയുന്നത് അത് കേൾക്കും. ശരിയാണോ തെറ്റാണോ എന്ന്. 40 വയസ്സായ ഭാര്യ പറയാണ്, ഞാനിപ്പോഴും സാരി മാത്രമേ ധരിക്കൂ. സാരിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല. പലപ്പോഴും സാരി ധരിക്കുന്ന സമയത്ത് ശരീരത്തിന്റെ വണ്ണം അറിയും. അതിൽ ശരീരത്തിലെ ചില ഭാഗങ്ങളൊക്കെ മറക്കേണ്ട ചില പ്രധാന ഭാഗങ്ങളൊക്കെ പുറത്ത് കാണിക്കും. അത് കാണട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് പല ആളുകളും അങ്ങനെ ധരിക്കുന്നത്. ഭാര്യയോട് പറഞ്ഞു, നീ പർദ്ദ ധരിക്കണം, മുടി മറക്കണം. ഇല്ല, അവൾ ആ തട്ടൊന്നിങ്ങനെ തലയിലിടും. അതിങ്ങനെ യാത്രയിൽ ഇങ്ങനെ തോളിലൂടെ വരും. ഭാര്യയല്ലേ സഹോദര, അള്ളാഹിന്റെ തിരുദൂതരോട് തന്റെ ഭാര്യമാർ നബിയെ ഞങ്ങൾക്കത് വേണം ഇത് വേണമെന്ന് പറഞ്ഞു. മിനുസമുള്ള വിരുപ്പ് വേണം, വസ്ത്രം വേണം, അനുവദനീയമായത് മാത്രമാണ് ചോദിച്ചത്. റസൂൽ എന്താ ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ബോധ്യപ്പെടുത്തിയതാ, ദുനിയാവ് വല്ലാതെ വേണ്ട, അതിന്റെ പടവളത്തിൽ ലയിക്കണ്ട, എന്നാണ് പരലോകത്തുണ്ടാവും. വീണ്ടും ഇവർ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഒന്നും മിണ്ടിയില്ല. റൂഹുൽ അമീൻ ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ ഇവരോട് ഇങ്ങനെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. കുല്ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ ഫതഅലൈനി ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീലാ. നബിയെ താങ്കൾ താങ്കളുടെ ഭാര്യമാരോട് പറഞ്ഞോളൂ എന്ത്? ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, ദുനിയാവിന്റെ ആഡംബരവും അതുപോലെ അതിന്റെ അലങ്കാരവും ദുനിയാവുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരൂ. ഞാൻ നിങ്ങൾ നല്ല രൂപത്തിൽ തലാഖ് ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ഞാൻ മോചന വിഭവം തന്നിട്ട് നല്ല രൂപത്തിൽ ഞാൻ നിങ്ങളെ തിരിക്കാം. എന്നിട്ട് നിങ്ങൾ വേറെ ഇതിനേക്കാൾ സൗകര്യമുള്ള ഭർത്താക്കന്മാരെ തേടി പോയിക്കോളൂ. ഈ ഭാര്യമാര് അള്ളാന്റെ വിശുദ്ധ ദീന് വിലക്കിയ വല്ലതും ചോദിച്ചോ? ഇല്ല. എന്നിട്ടും റസൂലിന്റെ സൂക്ഷ്മത എന്ത് നേടാൻ കഴിയുമായിരുന്നു നബിക്ക്? എന്നിട്ട് അള്ളാന്റെ തിരുദൂതർ പറഞ്ഞത് വരൂ. അതായത് അള്ളാഹു പറയാണ്, ഫതഅലൈനി ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീല, ഞാൻ നിങ്ങൾക്ക് മോചന വിഭവം തന്ന് നല്ല രൂപത്തിൽ നിങ്ങളെ പിരിക്കാം, നല്ല രൂപത്തിൽ ഞാൻ നിങ്ങളെ പിരിക്കാം. നമ്മൾ തമ്മിൽ വെറുതെ പ്രശ്നം വേണ്ട, അള്ളാന്റെ പേരോട് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ല, നിങ്ങൾക്ക് പരലോകമാണോ അള്ളാഹും അവന്റെ റസൂലുമാണോ വലുത് എങ്കിൽ എന്റെ കൂടെ നിന്നോളൂ. പൊട്ടിക്കരഞ്ഞു 9 ഭാര്യമാർ. ഞങ്ങൾക്കൊന്നും വേണ്ട. എന്താ കാരണം? അവർക്ക് എന്തിനു വേറെ?
അള്ളാന്റെ തിരുദൂതനോടുകൂടെ കിടക്കാൻ ഭാഗ്യം കിട്ടിയത് വലിയ സൗഭാഗ്യമല്ലേ? റസൂലുള്ളാന്റെ മീനെ തട്ടിയാൽ സഹോദര സ്വർഗ്ഗത്തില. അത് മതിയെന്ന് പറഞ്ഞവർ അത് തീരുമാനിച്ചു. അപ്പൊ അള്ളാന്റെ തിരു സ്വീകരിച്ച നിലപാട് നോക്കി എത്രമാത്രം ശ്രദ്ധിച്ചു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ മകളായിരുന്നു ഹഫ്സ റളിയല്ലാഹു അൻഹ. ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഹഫ്സ എന്നിട്ട് പറഞ്ഞു, തന്റെ പിതാവിനോട് പറയാണ്, പിതാവ് എനിക്ക് അത് വേണം, ഇത് വേണം, നല്ല പുതപ്പ് വേണം, മിനുസമുള്ള വസ്ത്രം വേണം. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ നിനക്കറിയില്ലേ നിന്റെ ഭർത്താവിന്റെ നിലപാട്? നിന്റെ ഭർത്താവ് അല്ലാഹുവിന്റെ റസൂലായിരുന്നില്ലേ? റസൂലിന്റെ അരികെ ഞാൻ ഒരിക്കൽ ചെന്നു. ഉമർ റളിയല്ലാഹു അൻഹു മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ചെല്ലുമ്പോ റസൂല് കുപ്പായം പോലും ഇല്ലാതെ നിലത്ത് തറയിൽ കിടക്കുകയാണ്, മണ്ണിൽ കിടക്കുകയാണ്, മാർബിളില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്നെ കണ്ടപ്പോൾ റസൂൽ എഴുന്നേറ്റിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ പുണ്യ ശരീരത്തിൽ നിന്ന് ചെറിയ കല്ലുകൾ, ഇങ്ങനെ പതിഞ്ഞ കല്ലുകൾ ശരീരത്തിൽ നിന്ന് നിലത്തേക്ക് ചാടി കിടന്നപ്പോൾ നേരത്ത് പതിഞ്ഞു പോയതാണ്, ശരീരത്തിൽ അമർന്നു കിടക്കുക. ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, റസൂലേ, കിസ്റക്കും കൈസറിനും എന്തൊരു സൗകര്യമാണ്, റോമിന്റെയും പേർഷ്യയുടെയും ആധിപത്യം ഏറ്റെടുത്തവർക്ക് ദുനിയാവിലെന്തൊരു സുഖം. നബിയെ, അങ്ങ് അവരെക്കാൾ വലിയ ആളല്ലേ? അതുകൊണ്ട് അങ്ങേക്ക് ഒരു നല്ല പുതപ്പ്, ഒരു വിരിപ്പ്, ഒരു നല്ല ഷർട്ട്, ഒരു കുപ്പായം. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമറേ, കിസ്റക്കും കൈസറിനും ലഭിക്കാനുള്ളത് ഇവിടെ നിന്ന് ലഭിക്കുന്നു, നമുക്ക് നാളെ പരലോകത്തിൽ നിന്നാണ് ഇവിടെ ഇത് മതി ഉമറേ. ഈ സംഭവം തന്റെ മകളെ കൈപിടിച്ചുകൊണ്ട് ഇസ്ലാമിക സമാധാനമായിരുന്ന സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ മകൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ മകൾ വല്ലാതെ കരഞ്ഞുപോയി. നോക്കണം നിങ്ങൾ, എന്തിനാണ് ഉമർ റളിയല്ലാഹു അൻഹു നിലപാട് സ്വീകരിച്ചത്? സ്വന്തം മകളെ നരകാഗ്നിയിൽ നിന്ന് കാക്കാൻ അവരുടെ സൂക്ഷ്മതയാണ്. റസൂലുള്ളാഹിയെ ഇഷ്ടപ്പെട്ട തന്റെ കരളിന്റെ കഷ്ടം എന്ന് പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആ ഫാത്തിമ ബീവിക്ക് ഒരുപാട് കല്യാണാലോചന വന്നപ്പോൾ റസൂലുള്ളാഹിയോടും വാക്ക് കൊടുത്തില്ല. ദരിദ്രനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കെട്ടിച്ചു കൊടുത്ത് ദീനാണ് നോക്കിയത്. ഒന്നുമില്ലായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞതോടുകൂടെ പട്ടിണിയായി ആ വീട്ടിൽ. പക്ഷേ ഫാത്തിമയ്ക്ക് പരാതിയില്ല, റസൂലുള്ളാഹിക്ക് പരാതിയില്ല. 4 ദിവസങ്ങളോളം പച്ചവെള്ളം മാത്രം കുടിച്ചു കഴിഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ നോക്കൂ, വേണമെങ്കിൽ എന്തൊക്കെ നേടിയെടുക്കാമായിരുന്നു, റസൂല് പറഞ്ഞ ഏതൊക്കെ രൂപത്തിൽ ലഭിക്കുമായിരുന്നു. അപ്പൊ അവരൊക്കെ സ്വീകരിച്ച നിലപാടിതാണ്. നാളെയുടെ കാര്യമാണ് അവർ പരിഗണിച്ചത്. ഇത് നമ്മൾ ഏറെ ശ്രദ്ധിക്കണം. ഇതിന്റെ അർത്ഥം നമ്മുടെ വീട്ടിലുള്ള മിക്സിയും അതുപോലെ തന്നെ ഫ്രിഡ്ജും അതുപോലെയുള്ള സൗകര്യങ്ങൾ, ആധുനിക സൗകര്യങ്ങൾ, അലക്കാനുള്ള വാഷിംഗ് മെഷീൻ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണമെന്നല്ല. പക്ഷെ അള്ളാഹ് വിലക്കിയത് ഒരിക്കലും നമുക്ക് വേണ്ട. അള്ളാഹ് വിലക്കിയത് സഹോദര ഒരിക്കലും നമുക്ക് വേണ്ട. ഇന്ന് കുടുംബങ്ങളെ, മക്കളാവട്ടെ, ഭാര്യമാരാകട്ടെ, അവർ ശ്ലീലതകൾ വീട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്, അല്ലേ? ക്ഷാമത്തിന്റെ ഇടയിൽ പോലും സഹോദര നമ്മുടെ വീടുകളുടെ അവസ്ഥ എന്താ? എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നമ്മളതിനെ സൗകര്യപ്പെടുത്തി കൊടുത്താൽ, ഇന്നലെ സുബഹിയുടെ ജമാഅത്തിൽ പങ്കെടുത്ത എന്റെ തൊട്ടടുത്ത എന്റെ വീട്ടിന്റെ അടുത്തുള്ള സഹോദരൻ ഇന്നലെ സുബഹിയുടെ ജമാഅത്തിൽ പങ്കെടുത്ത് പിന്നെ വീട്ടിൽ പോയി മരിച്ചു. മഗ്‌രിബായപ്പോൾ തന്നെ ഖബറിലെത്തി. ഇന്ന് ഈ സമയം ഖബറില്ല. ഇതാണ് ദുനിയാവ്. സഹോദര, അശ്ലീലതകൾ കാണാനുള്ള സൗകര്യം നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് നമ്മുടെ ഭാര്യമാരും നമ്മുടെ കുട്ടികളും, ചെറിയ കുരുന്നുകൾ വരെ, പഠിക്കുന്ന മക്കൾ വരെ വളരെ ചെറുപ്പത്തിലേ അശ്ലീലതകൾ കണ്ട്, നീലചിത്രങ്ങൾ കണ്ട് അങ്ങനെ കുട്ടികളെ പിളച്ചാല്, സഹോദര, അതിന് സൗകര്യം ചെയ്തു കൊടുത്ത പിതാവ് അദ്ദേഹം മരിച്ച ഖബറിൽ അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് അത് കിട്ടിക്കൊണ്ടേയിരിക്കും. നിയന്ത്രിച്ചോളി, എടുത്തു വലിച്ചെറിയതിന്റെ ഗൗരവം. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ചില ആയത്തുകളുടെ വിശദീകരണം ഞാൻ വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ചിലർ അന്ന് പോയിട്ട് വീട്ടിലെ TV എടുത്തിട്ട് ഒഴിവാക്കിയ സംഭവങ്ങൾ കോടീശ്വരന്മാരുണ്ട്. നിങ്ങൾ എന്ത് വിരാന്താസ്താരെ പറയുന്നത് ചിന്തിക്കരുത്. സഹോദര, ഒടുക്കിനെതിരെ നീങ്ങണമെങ്കിൽ നല്ല പ്രയാസ. ഒടുക്കിനെതിരെ നീങ്ങണമെങ്കിൽ നല്ല പ്രയാസ. തെറ്റാണെന്നുള്ള കാര്യം ഉറപ്പല്ലേ അശ്ലീലതകൾ കാണുന്നത്? അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയണം. ആർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു? വെറുതെ പറയാൻ പോലാതെ. ഇബ്ലീസ് ഇടപെടും സഹോദര. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ, റിമോട്ട് കയ്യിലുണ്ടെങ്കിൽ വേണ്ടാത്ത രംഗങ്ങൾ കാണുമ്പോൾ അത് ഒഴിവാക്കാൻ തോന്നൂല. മനുഷ്യന്മാരല്ലേ നമ്മള്. ഇത് നിരന്തരം ആവർത്തിക്കണം. അതുപോലെ നമ്മുടെ ഇബാദത്തുകൾ തന്നെ ആകെ വേണ്ടാത്ത ചിന്ത കടന്നുകൂടിയിട്ട് ആ ഇബാദത്തുകൾ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ. എന്താ നമുക്ക് പേടില്ലാത്ത? ഒന്നിനും നമുക്ക് വേണ്ടിയുള്ളല്ലോ.
എല്ലാം ഒഴിവാക്കി പോകുന്ന ഒരു സന്ദർഭമല്ലേ. ഇന്നതൊക്കെ നിർബന്ധമായില്ലേ. പണ്ടൊക്കെ സഹോദര മലപ്പുറത്ത് സിനിമാ ഹാളിൽ വന്നുകൊണ്ടൊരു സിനിമ കാണണമെങ്കിൽ എന്നൊരു പ്രയാസമായിരുന്നു. ആരെങ്കിലും നാട്ടുകാര് കാണുമോ, അയൽവാസികൾ കാണുമോ, കുടുംബക്കാര് കാണുമോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ മെല്ലെ പോകും. പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകുകയാണെങ്കിൽ അതിന്റെ അടിയിൽ അയൽവാസിനെ ആരെങ്കിലും ആ സ്റ്റാൻഡിന്റെ ഭാഗത്ത് കാണുകയാണെങ്കിൽ ഇത് കൊടുക്കാഴ്ച ഞാൻ എന്നിട്ട് നേരെ കുന്നിന്റെ ഭാഗത്തേക്കാണ് പോകും. പിന്നെ ഇവൻ പോയിരിക്കുന്ന കരുതിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരാണ്. ആരെങ്കിലും കാണാതെ വല്ല കാരണമാണ് സിനിമകൾക്ക് അപ്പോഴേക്കാരം വേറെ കാലത്തിന് കടയിൽ നിന്നാണ് ഇറങ്ങിയുണ്ട് ചെറുക്കടാ ഞാനിവിടെ പിന്നെ ഇങ്ങോട്ട് തന്നെ പോരും പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത്. ഇങ്ങനെ ചിലപ്പോൾ ഒരു 10-16 വട്ടം നടക്കണം അതിന്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു, അന്ന് ഉളുപ്പുണ്ടായിരുന്നു. ഇന്ന് സഹോദര കാണുന്നത് വലുപ്പത്തിലല്ലേ വ്യത്യാസമുള്ളൂ. അതന്നല്ലേ നമ്മുടെ സ്വന്തം വീട്ടിന്റെ അകത്ത് വെച്ച് കാണുന്നത്. ഇശാനഗറിന്റെ ഇടയിൽ പോലും കാണുന്ന എന്താ? അത് നമുക്ക് വർക്കത്തില്ലാത്തത്. നമുക്ക് പരലോകത്തെ നരകം മാത്രമല്ല ദുന്യാവിൽ തന്നെ ജീവിതം ചിലപ്പോൾ നരകാക്കും. ഒന്നും വേണ്ടിയതില്ല. ക്യാൻസറോ ട്യൂമറോ ഡയാലിസ് ചെയ്യേണ്ട ഒരവസ്ഥയോ ഒക്കെ വന്നാൽ ടി വിയും വേണ്ടിയല്ല, സിനിമയും വേണ്ടിയല്ല, ഒന്നും വേണ്ടിയല്ല. അപ്പണ്ട് പിന്നെ ഒന്നും വേണ്ട. വേദനയ്ക്കൊരു സമയം വന്നായിരുന്നു. മൂത്രത്തിന് പൈപ്പുണ്ട കടത്തം അള്ളാഹു ദീർഘമായിട്ട് നൽകിയ പിന്നെ എന്താ സഹോദരായി അപ്പൊ നമ്മളെ ഖേദം വരും. അപ്പുറത്തെ റൂമിൽ കുട്ടികളത് കണ്ട് വാളം വെക്കാൻ, ഇപ്പുറത്ത് ഇയാളെ ഇടങ്ങേറായി കിടക്കും. ആദ്യം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇതൊക്കെ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകാഗ്നിയെ തൊട്ട് നമ്മളെ കാത്തുമാറാവട്ടെ. ഇനി ഒരൊറ്റ ആയത്ത് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അല്പം നേരത്തെ നിർത്താം. നിങ്ങളുടെ വാർഷിക പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ കൂടുതലൊന്നും വേണ്ട. ഈ ഒരൊറ്റ ആയത്തിന്റെ സ്വന്തം കൊണ്ട് എഴുതണം. എത്ര ഗൗരവമുണ്ട്. അല്ലാഹു തആല ഒരു കാര്യം കൂടി പറഞ്ഞിട്ടോ, നിങ്ങൾ നരകാഗ്നിയെ തൊട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞെന്താ അറിയോ? അതിന് മലക്കുകൾ കാവലുണ്ട്, പാറാവുകാര്. ആ മലക്കുകളുടെ അവസ്ഥ എന്താ? ആ മലക്കുകൾ പരുഷ സ്വഭാവക്കാരാണ്. അതോടുകൂടെ ശക്തന്മാരാണ് അവർ. പരുഷ സ്വഭാവക്കാരാണ്. അതായത് ഒരു ദയ ഒരു കാണിക്കൂലാണ്. അല്ലാഹുവിന്റെ കൽപ്പനക്കൊരിക്കലും അവർ എതിര് പ്രവർത്തിക്കില്ല. അവരോട് കൽപ്പിക്കപ്പെട്ടത് അവർ ചെയ്യുക തന്നെ ചെയ്യുന്നതാണ്. മലക്കുകളുടെ സ്വഭാവം പറയാം. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അവര് ഒരു ദയം കാണിക്കില്ല. ദുനിയാവിലാണെങ്കിൽ സഹോദരനായി എത്ര പീഡിപ്പിക്കുന്നവരാണെങ്കിൽ പിന്നീട് ദയ വരും. നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാരെ ലോകത്തിന്റെ പല ഭാഗത്ത് പല കേസുകളിലും കൊടുത്തിയിട്ട് എവിടെങ്കിലൊക്കെ ജയിലിലിട്ട് ഇങ്ങനെ കൊല്ലങ്ങളോളം പീഡിപ്പിച്ച് പിന്നെ നിരപരാധികളെന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. പിന്നെ അവർ പത്രസമ്മേളനം നടത്താം. ഇന്ത്യയിൽ തന്നെ ചില സ്ഫോടനങ്ങളുടെ പേരിലൊക്കെ നിരപരാധികളായ മലേഗാവ് സ്ഫോടനമടക്കം നിരപരാധികളെ പിടിച്ച് അവസാനം പിന്നീട് വെറുതെ വിടുകയാണ്. നഷ്ടപ്പെട്ട മാനം തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. നഷ്ടപ്പെട്ട ആയുസ്, നഷ്ടപ്പെട്ട ആരോഗ്യം. ദുന്യാവിന്റെ അവസ്ഥ അങ്ങനെ. ചിലപ്പോൾ ഒരു ദയ കാണിക്കും. എത്ര അടിക്കുന്ന ആളാണെങ്കിലും പീഡിപ്പിക്കുന്ന ആളാണെങ്കിലും. എങ്കിലും സഹോദര മലക്കുകൾ ഒരിക്കലും ദയ കാണിക്കില്ല. ആ മലക്കുകളെ കണ്ടാൽ തന്നെ ഭയങ്കര ഭയമായിരിക്കുന്ന നരകത്തിന് കാവൽ നിൽക്കുന്ന മലക്കുകൾ. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചില പൊടിക്കൈകളുണ്ട്. സഹോദര സൂറത്തുൽ ഫാത്തിഹ പതിവാക്കുക. ഫാത്തിഹയിലെ 7 വചനങ്ങൾ നമ്മുടെ രക്ഷയ്ക്ക് വരും. നരകത്തിന്റെ 7 വാതിൽക്കൽ അവസാനം പിടിക്കും. അതിന് നമ്മൾ ഫാത്തിഹ ഓതുന്നു. എല്ലാ നിസ്കാരങ്ങളിലും നിർബന്ധമായി ഓതുന്ന ഫാത്തിഹയിലെ 7 വചനങ്ങൾ. ആ 7 വചനങ്ങൾ നരകത്തിന്റെ 7 വാതിലുകളുണ്ടാവും. വല്ല കാരണത്താലും സബാരിയാക്കൾ നമ്മുടെ നരകത്തിലേക്ക് ആനയിക്കുകയാണെങ്കിൽ, അടിസ്ഥാന ഈമാനുണ്ടെങ്കിൽ ഏതെങ്കിലും തെറ്റ് പൊറുക്കാതെ നമ്മളെ കൊണ്ടുപോകാൻ നരകത്തിലേക്ക് അവസാനം അവിടെ വെച്ച് നമുക്ക് പൊറുക്കപ്പെടും. എങ്ങനെ? ഫാത്തിഹയിലെ 7 വചനങ്ങൾ നമ്മുടെ രക്ഷയ്ക്ക് വരുന്നു. തവാഫ് ചെയ്തവർക്ക് അത് രക്ഷയ്ക്ക് വരുന്നതാണ്. 7 ചുറ്റലുള്ള ഒരു തവാഫ്. സഹോദര, നമ്മുടെ സുജൂദിന്റെ അവയവങ്ങൾ, 2 കാലുകൾ, 2 കാലിന്റെ വിരലുകളുടെ പള്ള, 2 കാൽമുട്ടുകൾ, 2 കൈകൾ, നെറ്റി. അപ്പൊ 7ആയി. നരകത്തിന്റെ 7 വാതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സിസ്റ്റാണ്, ഒരു സംവിധാനം. തങ്ങളുടെ തങ്ങൾ പറയാണ്, ഹമീം സൂറത്തുകൾ 7 എണ്ണമാണ്. നരകത്തിന്റെ വാതിലുകളിൽ 7 എണ്ണമാണ്. ഹമീം എന്ന് തുടങ്ങുന്ന സൂറത്ത് 7 എണ്ണം. ഹമീം ഖുർആനിൽ വഴിയായിട്ടാണ് ആ സൂറത്തുകൾ വരുന്നത്. അവസാന ഭാഗം ആ 7 സൂറത്തുകൾ പതിവായിട്ട് ആ ക്രമനുസരിച്ച് ഓതുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് നരകത്തിന്റെ 7 വാതിലുകൾ, ആ 7 ഹമീമുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ കുറെ സംവിധാനങ്ങൾ. തബാരക രക്ഷ വരുമത്രേ.
സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് നമ്മുടെ രക്ഷയ്ക്ക് വരും. നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ കണക്കിൽ. പക്ഷെ അള്ളാഹുവിന്റെ അരികെ വലിയ കൂലികളാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ എപ്പോഴും സമയം കാണും. അത് നാളെ രക്ഷയ്ക്ക് കാരണം. വേദന അനുഭവിക്കുന്നവരെ നമ്മളെ രക്ഷിക്കണം. സാമ്പത്തിക ഞെരുക്കമുള്ള ആളുകളെ സാമ്പത്തികമായി നമ്മൾ സഹായിക്കണം. ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ കഴിയാൻ, ഒരു ഫോം ഫില്ല് ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ പഞ്ചായത്തിൽ കുടുങ്ങിയിട്ടുണ്ട് ഒരാൾ, ഇങ്ങനെയൊക്കെ എന്തൊക്കെ ഒരു കൊടുത്തില്ല, നമുക്കത് അറിയുന്നില്ല. നമുക്ക് വളരെ സിമ്പിൾ ആണെങ്കിൽ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ നമ്മളാ വിഷയം ഞങ്ങൾ അങ്ങനെ ഒരുപാട് ഫില്ല് ചെയ്ത് കൊടുത്താൽ ഇയാളത് വിടൂല. അതൊക്കെ വലിയ സംഗതികളാണ്. ഈ പൊതുപ്രവർത്തനത്തിനൊക്കെ എന്ത് കൂലിയുണ്ട്. നരകാകിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണതൊക്കെ. നമ്മൾ പലപ്പോഴും അതൊന്നും ആലോചിക്കാറില്ല. ഈ ആശുപത്രി കേസുകളൊക്കെ വരുമ്പോ ചിലർക്ക് അവിടെ നല്ല പരിചയമായിരിക്കും. ആ പരിചയമുള്ള ആളുകൾ, എനിക്കറിയാം ഒരു മദ്രസയിലെ ഒരു അധ്യാപകൻ. ആ അധ്യാപകൻ മദ്രസയുടെ സമയം കഴിഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പരിസരത്തിൽ അവിടെയുള്ള ഏകദേശ ഡോക്ടർമാരൊക്കെ ഇയാൾക്ക് പരിചയമാണ് എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. അയാൾ അറിയാം ഇയാളെ പണി എന്താണ്. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഡോക്ടർമാരെ അങ്ങോട്ട് വരുമ്പോൾ പരിചയമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ ഏത് ഡോക്ടറെ എടുത്ത് അവിടേക്ക് എത്തിച്ചു കൊടുത്ത് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്യും. ഒന്നും പ്രതിഫലം വാങ്ങിയിട്ടല്ല. ഇതൊക്കെ വലിയ വലിയ സംഗതികളാണ്. ചിലരുണ്ടല്ലോ സ്വന്തം കാര്യം മറന്നു പോകാൻ നമ്മൾ പറയും. യഥാർത്ഥത്തിൽ അയാൾക്ക് വരുമാനം ഉണ്ടാക്കിയാണ്. ഇവിടല്ല, എത്ര ആളുകളുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം അയക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാകുന്നവരയാളോട് അത് ചെറുതാക്കാൻ നോക്കും ചില ആളുകൾ. അവന് വേറെ പണിയില്ലാത്തതുകൊണ്ടാണ്. വേറെ പണിയില്ലാത്തവരൊക്കെ ഈ മേഖലയിൽ ഇറങ്ങുന്നുണ്ട്. ഈ തരത്തിലല്ല. നമ്മുടെ STSന്റെ വിഹായ ഉണ്ടല്ലോ, എത്ര വലിയ സേവനം, എത്ര വലിയ സേവനം ഹോസ്പിറ്റലിലൊക്കെ ചെയ്യുന്നത്. സഹോദരാ, പരലോകത്ത് നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ അത് കാരണമാവും. അതുകൊണ്ട് അവിടെ മലക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദയ കാണിക്കൂല. പരുഷ സ്വഭാവക്കാരൻ, ഗൗരവത്തിന്റെ ഉടമകളാണ് ആ മലക്കുകൾ. ഒരു നിലക്കും ദയ കാണിക്കില്ല. കണ്ടാൽ തന്നെ ആകെ ഭയപ്പെടും. ഓൾക്കൊരു ചോദ്യമുണ്ട്, കുതിരാക്കുന്നൊരു ചോദ്യം. നമുക്ക് മുന്നറിയിപ്പുകാർ വന്നില്ല, എന്തെങ്കിലും ഈ നരകത്തിലേക്ക് എത്തിയത്. അപ്പൊ അവർ പറയും മുന്നറിയിപ്പുകാരൊക്കെ വന്നു, പക്ഷെ നമ്മൾ അവഗണിച്ചു. ഇനി ദുനിയാവിലേക്ക് ഒരു മടക്കുണ്ടെങ്കിൽ നന്നായി വരും, പക്ഷെ മടക്കല്ല. ചിലരെ ഇങ്ങനെ റിങ് പോലെ ബാക്കിലേക്കുള്ള വളച്ചിട്ടാണ് അത്രയും അറിയാം. ചില ചങ്ങലക്കിട്ടിട്ട് ഏതൊക്കെ രൂപത്തിലാണ്. അതാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അള്ളാഹുടെ കൽപ്പനയ്ക്ക് ഒരിക്കലും അവർ എതിർ പ്രവർത്തിക്കില്ല. അവരോട് കൽപ്പിക്കപ്പെട്ടത് അവർ ചെയ്യുക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെയാണെങ്കിൽ സഹോദര നമുക്ക് കൈക്കൂലി കൊടുത്തിട്ട് മറ്റൊക്കെ രക്ഷപ്പെടാം. കൈക്കൂലി കൊടുത്തിട്ട് രക്ഷപ്പെടാം. ഞാൻ പറഞ്ഞു പോലീസുകാരൊക്കെ ഖുർആൻ ക്ലാസ്സിന് വരുന്നവരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരനോട് വന്നിട്ട് ചോദിച്ചു, നമ്പർ ഒന്ന് തരുന്നു. എന്റെ നമ്പറാ വാങ്ങുന്നത്. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചു, അല്ല എവിടെയും കുടുങ്ങിയാൽ നമുക്കൊന്ന് വിളിക്കാൻ, നിങ്ങൾക്ക് ആ പോലീസിനോട് വിളിച്ചാൽ മതിയല്ലോ. എങ്ങനെയുണ്ട്? എവിടെങ്കിലൊക്കെ കുടുങ്ങിയാൽ എന്നാലും നിങ്ങളെ വിളിച്ചാൽ മതിയല്ലോ. നിങ്ങളെ അയാളെന്ന് വിളിച്ചാൽ നമ്മളെ കാര്യത്തിന് രക്ഷപ്പെടുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ കണ്ടങ്ങളെ കുടുങ്ങരുതെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഹെൽമെറ്റ് ഇല്ലാത്തൊരു വിളിച്ചിന് വിളിക്കും, നിങ്ങളൊന്ന് വിളിക്കാൻ പറ്റും. ഞാൻ 100 കൊടുത്ത് പോകാനല്ല, വെറുതെ ബുദ്ധിമുട്ടാക്കണം. ഇവിടെ സഹോദരൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാനൊക്കെ ആളുകളുണ്ടാകും. എന്നാൽ അതൊന്നും നടക്കാത്തൊരു സന്ദർഭം വരാനുണ്ട്. അതാണ് ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. യാ അയ്യുഹല്ലദീന കഫറു, എന്നിട്ട് അവിടെ വെച്ച് അല്ലാഹു പറയും അത്രേ, സത്യനിഷേധികളെ, ലാ തഅ്തദിറുൽ യൗം, ഇന്നത്തെ ദിവസം നിങ്ങൾ ഒഴികഴിവ് പറയണ്ട. ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ, ഇന്ന് നിങ്ങൾ പ്രവർത്തിച്ചതിന് പ്രതിഫലം നൽകപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. സത്യനിഷേധികളായ ആളുകൾ വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ അന്ന് അല്ലാഹു പറയും അത്രേ, ഇന്ന് ഒഴികഴിവ് പറയണ്ട. ദുനിയാവിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അല്ലെ, എന്റെ കല്യാണത്തിന് വരാൻ ഞാൻ അറിഞ്ഞില്ല, നമ്മുടെ ഇല്ലായിരുന്നു, ആശുപത്രി കേസ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ വെറുതെ പറയും തൽക്കാലം വന്നിട്ട് രക്ഷപ്പെടാം. വാപ്പ ഗൾഫിൽ വന്നിട്ട് മകനോട് ചോദിക്കാണ്, എടാ എനിക്ക് ഞാൻ ട്യൂഷന് വേണ്ടി ഇത്ര പൈസ അയച്ചു തന്നിട്ട് SSLC പരീക്ഷ തോറ്റില്ലടാ, എന്തിനാ നല്ലത്? അപ്പൊ അവൻ പറയും, നിങ്ങൾ പറയും പോലല്ല, പരീക്ഷന്റെ സമയത്ത് പവർ കട്ട്, പരീക്ഷന്റെ സമയത്ത് പവർ കട്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് രാത്രി ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ സാറ് ക്ലാസ് എടുക്കാൻ എനിക്ക് മനസ്സിലാവൂലായിരുന്നു. ഈ മദ്രസ പൊതുപരീക്ഷയിൽ ചില കുട്ടികളെ തോറ്റവരും അവരോട് എന്താ പറയാ, സൂപ്പർവൈസർ വായിച്ചെന്ന് തിരിഞ്ഞിട്ടില്ലേന്ന് പറയുന്നു.
അത് കേട്ടുകൊണ്ട് പ്രഷർ കൂടിയാണ് മദ്രസക്ക് തുടങ്ങി. കുട്ടികളെ വളവാണ്. പരീക്ഷയ്ക്ക് വന്ന ഉസ്താദ് വായിച്ചു കൊടുത്ത് എവിടെയെങ്കിലും വായിച്ചു കൊടുക്കണം എന്നുള്ള നിയമങ്ങളിൽ പേപ്പർ കയ്യിൽ കിട്ടി എഴുതാന്നല്ലാതെ എന്നിട്ടും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു കൊടുക്കും. കുട്ടികളെ പരാതി എന്താ നിങ്ങൾ അറിയിട്ടല്ല ചോദ്യം എന്താ അവ കുട്ടിനോടെന്നെ പറഞ്ഞാൽ മോനെ വായിക്കാൻ അവനങ്ങനെ വായിച്ചോ എഴുതിക്കോ ഓന് തിരിയേറ്റല്ല. എങ്ങനെയെങ്കിലും ആ ചോദ്യം ഉസ്താദ് വായിച്ചു കൊടുക്കുമ്പോ ആ ഉത്തരത്തിന്റെ ഒരു തെല്ല് കിട്ടുമെന്ന് നോക്കാനാ. അതിനാണ് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഉസ്താദ് ശത്രുവായി തോറ്റാൻ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒറ്റ കുട്ടികളും ജയിക്കാൻ പാടില്ല. ഇതൊക്കെ എന്താ അറിയോ, ദുനിയാവില് ഒഴിയൊഴിവ് പറയാൻ ഒരുപാട് വഴിയുണ്ട്. ഭാര്യ പറയാൻ നിങ്ങൾ വരുമ്പോ പച്ചക്കറി കൊണ്ടുവരണം, ഇന്ന് വീട്ടിൽ പച്ചക്കറി മറന്നുപോയി, അതെന്താ പറയാ, ഇന്ന് ഹർത്താലല്ലേ, എല്ലാ കടയും തുറന്നിട്ടുണ്ടാവും, വെറുതെ ഹർത്താലിന്റെ മേലക്കെത്തിട്ട് ഒഴിവഴി പറയാം. സഹോദര, അല്ലാഹു തആല സത്യനിഷേധികളോട് പറയട്ടെ, യാ അയ്യുഹല്ലദീന കഫറൂ ലാ തഅ്തദിറൂ യൗം, ഇന്ന് നിങ്ങൾ ഒഴിയൊഴിവ് പറയേണ്ടതില്ല. ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ, ഇന്ന് നിങ്ങൾ പ്രവർത്തിച്ചതിന് നിങ്ങൾ പ്രതിഫലം നൽകപ്പെടുന്നതാണ് എന്ന് അവരോട് പറയപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കുമാറാവട്ടെ. ഇനി നമ്മൾ അങ്ങനെ നരകത്തിൽ പെടാതിരിക്കാൻ എന്താണ് വേണ്ടത് എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൻഷാ അല്ലാഹ് 8 മുതൽ വരാൻ പോകുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞത് കേട്ടത് സാലിഹായവരായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ വാർഷികമാണ്. പിന്നെ എല്ലാവരും നിസ്കാരം കഴിഞ്ഞ ഉടനെ നമുക്ക് ഇൻഷാ അല്ലാഹ് തുടങ്ങാം. നിസ്കാരം കഴിഞ്ഞ ഉടനെ, നിസ്കാരം കഴിയാൻ ദുആ കഴിയാൻ ഉടനെ തന്നെ പരിപാടി തുടങ്ങിയായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ജമാഅത്ത് നിസ്കാരത്തിന് തന്നെ എല്ലാവരും എത്തണം. അങ്ങനെ തുടങ്ങുമ്പോഴേക്കാണ് എത്തിക്കൂടാന്ന് കരുതരുത്. ജമാഅത്ത് നിസ്കാരത്തിന് എല്ലാവരും, ഞാൻ ഇൻഷാ അല്ലാഹ് ജമാഅത്ത് നിസ്കാരത്തിന് നമ്മുടെ പരിപാടി ലൈവ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉത്തരവാദപ്പെട്ട ആൾക്കാർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട്